ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് പാക്കേജ് ബോക്സ് എങ്ങനെ റെൻഡർ ചെയ്യണമെന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ മോഡൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ ഒരു ഫോൾഡർ ഉണ്ടാക്കുക, ഇതുപോലെ പാക്കേജിംഗ് ബോക്സിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു ഡൈലൈൻ ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ChatGPT-നകത്ത് പോവുക, ഡൈലൈൻ എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് എന്താണ്, മെഡിക്കൽ ഫീൽഡ് ആണോ, അതെന്താണ്, അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനകത്ത് ChatGPT-യോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡൈലൈൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ലോഗോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പകരമായിട്ട് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബേസിക് ഷേപ്പിൽ നമ്മൾ ഇതൊരു ബിൽഡ് ചെയ്യാൻ പോവാം, ഈ ഒരു ഡൈലൈൻ്റെ ബേസിസിൽ. ഓക്കെ. സോ ആദ്യമേ ഇതുപോലെ തന്നെ ഞാൻ ബ്ലെൻഡർ തുറക്കുന്നു, ഒരു ഫുൾ ക്ലിയർ സീൻ തന്നെ എടുക്കാൻ പോവാണ്. ഓബിയസ്ലി ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യേണ്ട 3D കർസർ ഞാൻ എൻ്റെ വേൾഡ് ഒറിജിനിലേക്ക് കൊണ്ടുവന്ന് നോക്കാൻ പോവാണ്. അതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട് വീഡിയോ ഇട്ട് പ്രോപ്പറായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ റെഫറൻസ് അങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. സോ ഞാൻ ഇവിടെ വരുന്നു, പ്ലെയിന് വരുന്നു, ഇമേജസിനകത്ത് പോയിട്ട് റെഫറൻസ് ക്ലിക്ക് ചെയ്ത് ഇതിവിടെ കൊണ്ടുവരും. ഓക്കെ. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ റെഫറൻസിൽ നിന്ന് ഫ്രീസ് ചെയ്യാൻ പോകും. സോ നോർമലി നമുക്ക് ഈ ഫ്രീസ് ഓപ്ഷൻസ് ഇവിടെ കാണത്തില്ല. ഈ നോർമലി ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ തുറക്കുമ്പോൾ. നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ ഫ്രീസ് ബട്ടൺ ഓൺ ആക്കുക, എന്നിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഇമേജ് ലോക്ക് ആയിരിക്കും റെഫറൻസ് കണ്ടോ, നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മെഷിൽ പോയിട്ട് നമുക്കൊരു പ്ലെയിൻ എടുക്കാം. ഓക്കെ. ഈ പ്ലെയിൻ ഞാൻ എടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങനെ തന്നെ ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നേരെ എടുക്കുമ്പോൾ ടങ് കയറുന്നു. എന്നിട്ട് ഞാൻ 6 ഞെക്കിയൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിതിന് 90 എന്ന് പറഞ്ഞ് ഒരു വാല്യൂ കൊടുക്കും. എന്നിട്ട് ഞാൻ എൻ്റെ മൗസ് വിടും. സോ നമ്മുടെ റൊട്ടേഷൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ എൻ്റെ എഡിറ്റ് മോഡിൽ തന്നെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ നമ്മൾ ലൈൻ മോഡൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇതിനെ അങ്ങ് എക്സ്റേ മോഡ് ഓൺ ആക്കാൻ പോവാം. ഇതിന് ഷോർട്ട് കട്ടാണ് Alt Z. സോ ഞാൻ Alt Z-ലായിരിക്കും ഇത് കൂടുതൽ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവും, അഥവാ ഞാൻ ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് ഇങ്ങനെ പോയി വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഈ എക്സ്റേ മോഡ് ഓണും ഓഫും ആക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. സോ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് അവിടെ കാണുന്ന ഈ ലാക്മേയുടെ ഈ ഒരു സെക്ഷൻ അല്ലേ. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതുപോലെ തന്നെ കിട്ടണം. സോ നമുക്ക് ഇതങ്ങ് തുടങ്ങാം, ഈ ഒരു ഭാഗം ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. സോ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മളുടെ മെഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് വേർട്ടിസസിനകത്ത് പോയിട്ട് ഓരോരോ പോയിന്റ്സ് നമ്മൾ കറക്റ്റായിട്ട് അലഞ്ഞ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ആരൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് എനിക്ക് വേണ്ട പോലെ തന്നെ ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുക്കുന്നു. ഇവിടെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡൽ 2, 3, 4, 5 സൈസ് ഉണ്ട് അല്ലേ. സോ ഓബിയസ്ലി ഇതൊരു 5 സൈഡ് മോഡൽ അല്ല. ഇത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് അബദ്ധത്തിൽ ഇത് അങ്ങനത്തെ ഒരു 5 സൈഡ് പോലത്തെ ഒരു ഇതായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. സോ ഓബിയസ്ലി നമുക്കിതൊരു 4 സൈഡഡ് ബോക്സ് ആയിട്ടാണ് മാറ്റേണ്ടത്. സോ നമുക്ക് ആ ഒരു ബേസിസിൽ മാത്രം ഇതങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി നമുക്ക് ആ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു പോയിന്റ്സ് മാത്രം വെച്ച് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന വഴി വെച്ച് കാണാം. ഓക്കെ. സോ ഞാൻ ഈ പോയിന്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്ന് പൊട്ടിക്കും എൻ്റെ മോഡലിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഇതങ്ങ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിന്റ് വരെ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിക്കും. ഞാൻ ഓബിയസ്ലി ഇച്ചിരി കൂടുതൽ കൊടുക്കും, കാരണം ഇവിടെ കണ്ടോ നമ്മൾ ഒരു ഗ്യാപ്പ് ഇച്ചിരി കൊടുത്തായിരുന്നു. സോ സെയിം ആയിട്ട് തന്നെ ഞാൻ ഇവിടെയും അതേ ബേസിസിൽ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇവിടെയും അങ്ങ് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സെറ്റപ്പ് ചെയ്യാൻ പോകും. ഓക്കെ. സോ ഞാനിത് എൻ്റെ പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാൻ പോവാം. സോ അതാണ് നമ്മുടെ ഈ കാണുന്ന അടപ്പ്. സോ ഞാനിവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കി ഇവിടെ തന്നെ വെക്കുന്നു. എന്നിട്ട് Ctrl+B ഞെക്കി ഞാൻ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ബിവലാക്കി മാറ്റുന്നു. ഓക്കെ. സോ ഓബിയസ്ലി ഞാൻ ഇവിടെ 0 ആക്കി മാറ്റും. എനിക്ക് അവിടെ പോയിന്റ്സ് വേണ്ട നടക്ക്. സോ ഇവിടെ നേരെ ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്ത് ഈ ഒരു പോയിന്റിൽ കൊണ്ട് എത്തിക്കാൻ പോകാം. ഓബിയസ്ലി നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് കൊടുക്കാൻ പോവാണ്. കാരണം ഞാനിത് അവസാനം ഒരു ബിവൽ കൊടുത്തിട്ട് സ്മൂത്ത് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഇവിടെ ഇതായിട്ട് കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ്, ഒരു ഭംഗി, എന്താണ് ഇച്ചിരി കോൺഫ്ലിക്ട്സ് ഉണ്ടാവും ഇവിടെ ഈ ഒരു പോയിന്റിലെ. വെർട്ടെക്സ് ടു വെർട്ടെക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വന്ന ഒരുമാതിരി കയറി ഇറങ്ങി പോകുന്ന പോലത്തെ ഇരിക്കും, 2 വെർട്ടെക്സ് അകത്തോട്ടും പുറത്തോട്ടും ആയിട്ട്. സോ അതെനിക്ക് വേണ്ട. സോ അതിനുവേണ്ടി ഞാൻ ഇതിനെ മനഃപൂർവ്വം ഇങ്ങനെ വെക്കുന്നത്, ഒരു കൊളിഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ. സോ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുന്നു, സെയിം തന്നെ ഇവിടുത്തെ സ്പേസിങ് കണ്ടില്ല അതുപോലെ തന്നെ. എന്നിട്ട് ഞാൻ ഇവിടെ ആയിട്ട് ഒരു പോയിന്റ് ട്യൂബ് ഇവിടെ ഞാൻ കൊടുക്കാൻ പോവാണ്. സോ ഈ ഒരു സ്പേസിന്റെ ബേസിസിൽ സോ ഇതുപോലെ തന്നെ കൺട്രോൾ കൊടുത്ത് ഇവിടെ നടുക്ക് ലൂപ്പ് കൊടുക്കുന്നു. Ctrl+B ഞെക്കി ഞാൻ ഇതിനെ വലിച്ച് ഈ ഒരു പോയിന്റ് വരെ കൊണ്ടു നോക്കും. സോ നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഒരു അടപ്പ് ഈ പോയിന്റ് തുടങ്ങുന്നതിന് പകരം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഓക്കെ. സോ സെയിം ആയിരിക്കും ഈ മൂലയിൽ ഞാൻ അതുപോലെ എന്തൊക്കെ ചെയ്യും ഈ ഒരു പോയിന്റ് തുടങ്ങാൻ വേണ്ടി. സോ ലൂപ്പ് എടുത്തിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്ന് വെക്കും. ഓക്കെ. സോ ഇതിനിപ്പോൾ നമുക്ക് ഇത് പെർഫെക്റ്റ് ആണ് എന്ന് അറിയത്തില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ലൂപ്പ് കൊടുക്കാം. ഓക്കെ. എനിക്ക് ആ ഒരു പ്രശ്നമുണ്ടല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് ആണോ എന്ന്. സോ ഞാനിവിടെ 3 പ്രസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഫേസ് സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയും. സോ നമുക്കറിയാം ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു
എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് എസിൻ്റെ 3D എൻ്റെ കഴ്സർ സെലക്ഷൻ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഒബ്ജക്ട് മോഡോട്ട് പോകും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും, സെറ്റ് ഒറിജിൻ ടു 3D കഴ്സർ കൊടുക്കും. സോ നമ്മുടെ ഈ മിഡ് പോയിന്റ് നമ്മുടെ 3D കഴ്സർ വരും. ഓക്കെ, എന്നിട്ട് അതങ്ങ് വരും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മെഷർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ ഒരു വാല്യൂ ചേഞ്ചസ് വരുന്നില്ല, സ്കെയിൽ വാല്യൂ ട്രാൻസ്ലേറ്റ് വാല്യൂ അല്ലാണ്ട്. എന്നിട്ട് ഇവിടെ ഒറിജിനകത്ത് പോയിട്ട് ഞാൻ ജനറേറ്റ് പോയിട്ട് ഒരു മിറർ അടിക്കും. ഓക്കെ, സോ നേരെ ഓപ്പോസിറ്റിലോട്ട് എനിക്ക് അതേ മിറർ അപ്പുറത്ത് അഫക്ട് ചെയ്ത് കിട്ടും. സോ നമുക്കിനിപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്താൽ മതി, ഇത് താനെ അപ്ഡേറ്റ് ചെയ്യണുള്ളൂ. ഓക്കെ, സോ വൺസ് ഇതിൻ്റെ സെക്ഷൻ സെറ്റപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് വേണ്ട പോലത്തെ ഒരു ഡീറ്റെയിൽ ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പോവാം. സോ ഞാൻ നടുക്കായിട്ട് ഒരു ലൂപ്പ് ഇവിടെ ആഡ് ചെയ്യാൻ പോവാം. എന്തിനാന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷൻ വൺസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അടയ്ക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയ ഒരു ഏരിയ വേണമല്ലോ. സോ അതിനുവേണ്ടി ഇത് നമ്മുടെ ഒരു നമ്മൾ അടയ്ക്കാൻ പോകുന്ന ഏരിയയുടെ ഒരു മിഡ് പോയിന്റ് ആയിട്ട് മാറും. അതിനു വേണ്ടിയാണ്. ഓക്കെ, സോ ഞാനിതിങ്ങനെ വെക്കുന്നു ഈ ഒരു സെക്ഷൻ. എന്നിട്ട് നമുക്ക് ഇത് അങ്ങ് ക്ലോസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ തന്നെ ഒരു മിഡ് പോയിന്റ് വെച്ചാൽ. സോ ഇവിടെ ഞാൻ ഇനി ഒരു മെഷർ സെലക്ട് ചെയ്യുന്നു. ഈ പ്രസ് ചെയ്ത് Z ആക്സസ് മുകളിലേക്ക് ഞാൻ ഇന്ന് വലിക്കും. എന്നിട്ട് ഈ ഷേപ്പ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയ ഷേപ്പ് ഫോളോ ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് ഈ ഒരു ആംഗിളിൻ്റെ ഒരു ബേസിസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. കൺട്രോൾ R കൊടുത്തു, ഇവിടെ ലൂപ്പ് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഷിഫ്റ്റ് എസ് നോക്കി ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കും. ഓക്കെ, ഞാനിത് പെർഫെക്റ്റ്ലി ഇതുപോലെ തന്നെ മാച്ച് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പല ടൈപ്പ് ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും സെയിം ആയിട്ടാണ്. എഡ്ജ് മോഡിൽ പോകുന്നു, എഡ്ജ് സെലക്ട് ചെയ്യുന്നു, ഈ പ്രസ് ചെയ്ത് Z ആക്സസിൽ ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുപോകാം. Z ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി Z കൊണ്ടുവരാൻ വേണ്ടി. സോ ഈ പിന്നെ Z ടാപ്പ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വലിക്കും. എന്നിട്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഷിഫ്റ്റ് D അടിക്കുന്നു, വീണ്ടും ഇതുപോലെ തന്നെ ഒരു ബെൻഡ് ഞാൻ അങ്ങ് ഓർക്കും. സോ അങ്ങനെ നമ്മുടെ ബേസിക് ആയ ഒരു മോഡലിന്റെ ഷേപ്പ് സെറ്റ് ചെയ്യും. സോ ഞാനിത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന എൻ്റെ ഒബ്ജക്ട് മോഡൽ ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പോവാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവാം. സോ ഇവിടെ നമ്മൾ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മളിത് അടച്ച് ഒരു പ്രോപ്പർ ആയ രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു മോഡലിന്റെ. ഓക്കെ, എനിക്ക് ഇത് എൻ്റെ ഒരു ആക്റ്റീവ് സെലക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോവാം. സോ ഇത്ര നാൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് നിങ്ങൾ 3D കഴ്സർ ഇൻഡിവിജ്വൽ ഒറിജിൻസ് മിഡ് പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്റ്റീവ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടില്ല. സോ ഇപ്രാവശ്യം നിങ്ങൾ ആക്റ്റീവ് എലമെന്റ് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് കാണിച്ചാൽ. സോ ഞാൻ ആദ്യം എൻ്റെ ഈ മെഷർ മൊത്തം അങ്ങ് സെലക്ട് ചെയ്യും. ഓക്കെ, ഫേസ് മോഡിൽ പോയിട്ട് ഏതൊക്കെ ഭാഗമാണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതുവരെ ഞാൻ സെലക്ട് ചെയ്യും. സോ എൻ്റെ കൺസിഡറേഷനിൽ ഈ ഒരു പോയിന്റ് വരെയാണ് ഞാനത് പ്രോപ്പർലി അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇത്ര ഒരു മെഷർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ എഡ്ജ് മോഡ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഈ പ്രാവശ്യം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് ഇതിലോട്ടൊന്നും ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിന്റിലോട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ 3D കഴ്സർ ഒന്ന് ലോക്ക് ആയിരിക്കും. കാരണം എന്നാ ഞാൻ ആക്റ്റീവ് എലമെന്റ് ആക്കി വെച്ചതുകൊണ്ട് എൻ്റെ മെഷീനിൽ ഏതാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, ഇപ്പോൾ വൈറ്റ് ഇരിക്കുന്നു, അതിലോട്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒറിജിൻ വന്ന് ലോക്ക് ആവും. ഓക്കെ, സോ ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ച് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് 6 സെറ്റ് ഞെക്കി റൊട്ടേറ്റ് ചെയ്തിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ 90 അടിച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ ഇതപ്പോൾ താണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു അടപ്പ് ഓപ്പൺ ആയി കിട്ടും, അല്ല അടച്ച് കിട്ടും. സോ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല എന്തുമാത്രം ഇത് ക്ലോസ് ചെയ്യണമെന്നല്ലേ. സോ അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഓണാക്കി വെക്കാൻ പോവാണ്. എൻ്റെ മോഡിഫൈ സ്റ്റാബിലെ മിററിലെ എൻ്റെ ഈ ഒരു എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാനിത് അകത്തോട്ടേക്ക് ഒന്ന് പുഷ് ചെയ്ത് ചെയ്യാൻ പോവാം. സോ ഓബിയസ്ലി നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം, ലൈക്ക് ഇവിടുത്തെ ഈ ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ എന്തുമാത്രം ഡെപ്താണ് നമ്മളിവിടെ കൊടുത്തത്. സോ ആ ഒരു ഡെപ്തിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എഡ്ജ് മോഡിൽ പോയിട്ട് ഈ ഒരു എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യും. സോ എൻ്റെ ആക്റ്റീവ് ഇതിലോട്ട് മാറി. എന്നിട്ട് ഞാൻ വീണ്ടും റൊട്ടേഷനിൽ പോകുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് 90 എടുക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു പ്രോപ്പർ 90 കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ഇനി ഈസിലി എക്സ്ട്രൂഡ് ചെയ്ത് ഇതിലോട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം അല്ലേ. സോ ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ആക്സസ് എക്സ് ആണ്. സോ ഞാൻ എക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒറ്റ ക്ലിക്ക് വലിക്കും. സോ ഓട്ടോമാറ്റിക് ഇത് രണ്ട് കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ പിന്നം, കാരണം നമ്മൾ ക്ലിപ്പിംഗ് ഓൺ ആക്കിയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് സ്നാപ്പ് ചെയ്ത് അങ്ങ് ലോക്ക് ആവും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ബോക്സ് സെറ്റാണ്. സോ നമുക്കിത് നേരെ പോയി ഒന്ന് അപ്ലൈ ചെയ്യാം അല്ലേ. സോ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ മിറർ പോയിന്റ് പോയിട്ട് എൻ്റെ മിററിൽ ഒന്ന് ഞാൻ അങ്ങ് അപ്ലൈ ചെയ്യാൻ പോവാം. സോ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നുണ്ട് മിറർക്ക്. സോ വൺസ് മിറർ അപ്ലൈ ചെയ്തു, എൻ്റെ മെർജ് സെറ്റപ്പാണ്. സോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ വെർട്ടീസ് ഒന്ന് മൂവ് ചെയ്ത് നോക്കും. എൻ്റെ മിററിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും സ്നാപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് മെഷർ ഇട്ടൊന്ന് വരുന്നു, എല്ലാ മെഷറും സെലക്ട് ചെയ്യുന്നു, ഞെക്കുന്നു, എന്നിട്ട് മെർജ് ബൈ ഡിസ്റ്റൻസ് കൊടുക്കും. 0 വെർട്ടീസസ്. സോ ഒരു കുഴപ്പമില്ല നമ്മുടെ മോഡലിന്. ഇനി ഇവിടെ നിന്ന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈൻ കളയാം, ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ. ഓക്കെ, പക്ഷേ ലൈനൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് മോഡലിൽ. സോ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു 2 ലൈൻസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഫേസിലോട്ട് പോകാൻ പോവാണ്. അതായിരിക്കും നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ലൂപ്സ്. റൈറ്റ്, സോ ഇത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളിവിടെ
കുറച്ച് ലൂപ്പ് ആഡ് ചെയ്യാം നമ്മുടെ മുകളിലോട്ടേക്ക് മാത്രമായിട്ട്. സോ ഞാൻ ഇവിടെ വരുന്നു, ഒരു ലൂപ്പ് ഇവിടെ കൊടുക്കുന്നു. ആ ലൂപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് വരെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഞാൻ കൺട്രോൾ ബി ഞെക്കി ജസ്റ്റ് എനിക്ക് വേണ്ട എത്രയാണ് ലൂപ്പ് ആ ഒരു ലൂപ്പ് വരെ മാത്രം ഞാൻ വെക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 ലൂപ്പ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു സ്പേസിൻ്റെ ബേസിസിൽ ഞാനിവിടെ ഈ ഒരു ഡെപ്തിൽ ഞാൻ കൊടുത്തേക്കും. സോ നമുക്ക് ഈക്വൽ ആയിട്ട് ഇത് 3 ഷേഡ്സ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോയിന്റിനെ ഞാൻ മറക്കും. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യുന്നത്, അത് ബേസിക്കലി ഇവിടെ വീണ്ടും സെയിം മെത്തേഡ് തന്നെ ഫേസ് വെച്ച് എല്ലാം സെലക്ട് ചെയ്യുക. ഏതൊക്കെ ഫേസ് വരെ സെലക്ട് ചെയ്യണം അതുവരെ സെലക്ട് ചെയ്യുക. എഡ്ജ് മോഡിൽ പോവാം, ഈ 2 എഡ്ജ് വീണ്ടും സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ഒരു ആക്റ്റീവ് എലമെന്റ് സെലക്ഷൻ വരും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ ബെൻഡ് ചെയ്യും, എന്നിട്ട് 9-0 നടിക്കും, എന്നിട്ട് മൈനസ് കൊടുക്കും. സോ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ ഒന്ന് മടങ്ങി വരാൻ വേണ്ടി. ഓക്കെ, കണ്ടോ, നമുക്ക് ഒരു നല്ലൊരു ബെൻഡ് ഷേപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ സെയിം തന്നെ ആയിരിക്കും ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓബിയസ്ലി ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ലൂപ്പ് കൊടുക്കണം. സോ ഇവിടെ വന്നിട്ട് ഒരു കൺട്രോൾ ബി കൊടുത്ത് ജസ്റ്റ് ഇത് നടുക്കായിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുക്കും. ഓക്കെ, ഒരു സ്ക്രോൾ വീൽ കൊണ്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് പുഷ് ചെയ്യും സ്ക്രോൾ വീൽ. സോ ഒരു ലൂപ്പ് ആഡ് ചെയ്യും, സ്ക്രോൾ വീലിനെ ആഡ് ചെയ്ത് അങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വ്യൂവിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഈ 2 ഫേസ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് അതുപോലെ തന്നെ ഈ 2 ഫേസ് സെലക്ട് ചെയ്യും. എന്നിട്ട് എഡ്ജ് മോഡിൽ പോയിട്ട് ഏതെങ്കിലും ഒരു എഡ്ജ് സെലക്ട് കഴിഞ്ഞ് നമ്മുടെ ലൂപ്പിനെ അവിടെ കൊണ്ടുവരും. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നിട്ട് 9-0 കൺട്രോൾ അടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് 9-0 നടിക്കും, എന്നിട്ട് മൈനസ് കൊടുക്കും. സോ അടിയിലോട്ട് അത് ലോക്കായി പോകും. ഓക്കെ, സോ വൺസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതേപടി തന്നെ ആയിരിക്കും ഇവിടെയും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡീറ്റെയിൽ. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് അടിവശത്തിൽ ഒന്ന് മിറർ അടിച്ച് താഴോട്ടേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് ഇതേ ഡീറ്റെയിൽ നമ്മൾ കൊടുത്ത അതേ ഡീറ്റെയിൽ താഴെ വരാൻ വേണ്ടി, നമ്മുടെ ഈ ഒരു പോയിന്റിൽ വരാൻ വേണ്ടി. ഓക്കെ, നമ്മളിതിവിടെ മടക്കി വെച്ചതുപോലെ. സോ ഞാനിവിടെ വരുന്നു, എൻ്റെ എക്സ്റേ മോഡ് ഓൺ ആക്കുന്നു, ഫേസ് മോഡിൽ പോകുന്നു, എന്നിട്ട് ഇത്രയും ഭാഗം ഞാൻ എടുത്തങ്ങ് ഡിലീറ്റ് കളയുമ്പോൾ. ഓക്കെ, എക്സ് നിൽക്കുന്നു, എന്നിട്ട് ഫേസസ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെൻ്റെ മോഡലിലോട്ട് വന്നിട്ട് ഇതൊരു ഭാഗം നമ്മൾ കൊണ്ടുവരാൻ ഇങ്ങോട്ടേക്ക് സ്നാപ്പ് ചെയ്യുമ്പോൾ. പക്ഷെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാം, നമ്മുടെ മിഡ് പോയിന്റ് ഉണ്ട് ഇവിടെ ഇരിക്കണേ അല്ലേ. സോ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിത് മിറർ അടിച്ചെന്നുണ്ടെങ്കിൽ എന്താ സമയം പോകണമെന്ന് പറഞ്ഞാൽ ഉണ്ടോ, മിഡ് പോയിന്റ് ഇവിടെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഇത്ര ഗ്യാപ്പിൽ ഇരിക്കും അല്ലേ. സോ നമുക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കൃത്യം സെന്ററിൽ തന്നെ കൊണ്ടു നോക്കണം. സോ അതിനുവേണ്ടി ഞാൻ എന്നാ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഒബ്ജക്ട് മോഡ് ഇരിക്കുന്ന സമയത്ത് ഓപ്ഷൻസിൽ പോയി ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഒറിജിനിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഈ മോഡലിൻ്റെ ഒറിജിന് ഞാൻ മൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ആരൊക്കെ ഉപയോഗിക്കാം, എന്നിട്ട് എൻ്റെ ഈ ആക്റ്റീവ് സെലക്ഷൻ മാറ്റി ബൗണ്ടിങ് ബോക്സ് ആക്കാൻ പോവാം ഞാൻ. എന്നിട്ട് ഞാൻ എൻ്റെ മെഷർ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വൈ ആക്സസിൽ പോയിട്ട് ഇത് ഞാൻ പുള്ളി ചെയ്തിട്ട് എനിക്കിവിടെ എൻ്റെ വേർട്ടെക്സ് മോഡ് വേണമെങ്കിൽ ഒന്ന് ഓൺ ആക്കാം എൻ്റെ സ്നാപ്പിൽ. എന്നിട്ട് ഞാൻ ഇതിനെ വലിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ വേർട്ടെക്സ് കൊണ്ട് മുട്ടിക്കും. സോ ഓട്ടോമാറ്റിക്കലി സ്നാപ്പ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് ഇതൊന്ന് ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എഡിറ്റ് മോഡിനകത്ത് കയറി ബാക്കി എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഈ ഒരു ബോക്സ് സെഷൻ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ നല്ല പ്രോപ്പറായിട്ട് അടച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കലി താഴെയും വരും, ഇവിടെ ചെയ്യുന്ന താഴെ വരും. പക്ഷേ എനിക്ക് ഓബിയസ്ലി ഒരു സൈഡ് ചെയ്താൽ മതി, എനിക്ക് ഇപ്പുറത്തും കൂടി അതിൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമില്ല. സോ അതും ജസ്റ്റ് കാണിച്ചു തരാം അത് എങ്ങനെ ചെയ്യണമെന്ന്. സോ അതിന് മുമ്പേ ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ലൂപ്പ് ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവാണ് ആദ്യം. എന്നിട്ട് ഇവിടുത്തെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൺട്രോൾ ആർ നോക്കി ഇതിൻ്റെ അടുത്തായിട്ട് ലൂപ്പ് കൊടുക്കും. ഓക്കെ, ഓബിയസ്ലി ഞാൻ എൻ്റെ സ്നാപ്പ് ഓഫ് ആക്കാൻ പോവാം. നമുക്കറിയാം നമ്മൾ ഇതിന് മുകളിൽ അടയുന്നതല്ലേ, ഇത് അടിയിൽ പോകുന്നതും ഇത് അതിൻ്റെ മുകളിൽ വന്ന് അടയ്ക്കുന്ന ഒരു സെക്ഷനാണ്. സോ ഡബിൾ ജി ഞെക്കി പരമാവധി ഇതിൻ്റെ അകത്ത് കൊണ്ടുവെക്കുന്ന രീതി വെക്കാം. ഓബിയസ്ലി ഇത് രണ്ടും ഈക്വൽ സൈസിലാവാൻ പാടില്ല, ഇത് അടിയിലോട്ട് പോകണം കുറച്ച്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചെറിയ മുകളിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൺട്രോൾ ഡി ഞെക്കി ഒരു ലൂപ്പ് ഇങ്ങനെ കൊടുക്കാൻ പോവാം. ഓക്കെ, സോ എന്നിട്ട് ഇതൊരു ഓൾമോസ്റ്റ് ഈക്വൽ ഈ ഒരു പോയിന്റ് ആയിട്ട് ഒരു ഈക്വൽ ആയ ഒരു സ്കെയിലിങ്ങിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പോകും. ഓക്കെ, സോ വൺസ് സെറ്റപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ എഡ്ജും ഈ 3 എഡ്ജും ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, എഡിറ്റ് മോഡിൽ പോകുന്നു, എന്നിട്ട് ഈ പ്രാവശ്യം നമ്മളിത് ആക്റ്റീവ് എലമെന്റിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എഡ്ജ് ആക്റ്റീവ് എലമെന്റ് ആയിട്ട് വരുന്നു. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നിട്ട് 9-0 നടിക്കും, ഒരു മൈനസ് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇതിനകത്തോട്ടേക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് കയറും മോഡൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ കാണുന്ന അടിയത്തെ ഫേസ് നമുക്ക് അടിയിലോട്ട് ഇനി ബെൻഡ് ആക്കണ്ടേ. സോ ഞാനിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്ക്രീനകത്ത് പോകുന്നു, ഈ മെഷർ സെലക്ട് ചെയ്യും. ഈ കാണുന്ന മെഷർ ഇതിൻ്റെ അടി കാണുന്ന ഈ 2 മെഷർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡ്ജ് മോഡിൽ പോയിട്ട് ഇതിൻ്റെ എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യും. എക്സ്റേ മോഡ് ഇറങ്ങാൻ പോവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് വെക്കാൻ പോവാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഡെപ്തിൻ്റെ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോൾ മെഷർ ഇച്ചിരി അകത്തോട്ട് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷ് ചെയ്യാം. ഓക്കെ,
സോ വൺസ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതേ ഭാഗം തന്നെ ഇപ്പുറത്തേക്ക് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെ 3 പ്രസ് ചെയ്യുന്നു. ഞാൻ ഫേസ് മോഡിൽ പോവാം. എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്റേ മോഡിൽ പോകുന്നു. എന്നിട്ട് ഇത്രയും ഭാഗം ഞാനങ്ങ് സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ എക്സ് ഞെക്കിയിട്ട് ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഓബിയസ്ലി ഇവിടെ നമുക്ക് ടെൻഷനില്ല, കാരണം നമ്മുടെ മിഡ് പോയിന്റ് എക്സാക്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് വന്നിരിക്കണേ. സോ ഞാൻ ഇതിനെ അങ്ങ് സെലക്ട് ചെയ്യുന്നത് വീണ്ടും. എന്നിട്ട് ഈ പ്രാവശ്യം ഒരു മിറർ കൂടി ആഡ് ചെയ്യാൻ പാടില്ല ഇതിന് പാടില്ല. സോ ഈ പ്രാവശ്യം മിറർ കൊടുക്കുമ്പോൾ അത് എക്സ് ആക്സസിൽ ലോക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, താഴെ. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ബോക്സ് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പം ബിബലും സോൾട്ടിഫൈ മോഡിഫയറും ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മിററി വരുന്നു. സോ ഓർക്കുക, മിറർ ഇരിക്കുന്ന ഒരിക്കലും എഡിറ്റ് മോഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഒബ്ജക്ട് മോഡിലോട്ട് മെഷീൻ്റെ അകത്ത് പോവാം. എന്നിട്ട് പിന്നെ മിറർ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ സെക്കൻഡ് മിറർ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു മിറർ ഫുൾ സെക്ഷൻ ഡൺ ആണ്. കൺട്രോൾ ആർ നോക്കുകയാണെങ്കിൽ ഇവിടെ ലൂപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലൂപ്പ് കൊടുക്കാം. ഓക്കെ, സെയിമിനാണ് മോഡൽ. ഓക്കെ, താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, വൺസ് നമ്മൾ നമ്മുടെ ഷേപ്പ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ബേസിക്കലി നേരെ പോയി നമ്മുടെ ബിബലും ബാക്കിയുള്ള ഡീറ്റെയിലിൻ്റെ ഡെപ്സും ആഡ് ചെയ്യാം. നമുക്ക് ഇതിൽ ഒരു സോൾട്ടിഫൈ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ വരുന്നു, എന്നിട്ട് ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ജനറേറ്റ് പോവുക, എന്നിട്ട് സോൾട്ടിഫൈ കൊടുക്കാം. ഓക്കെ, സോൾട്ടിഫൈ കൊടുക്കുന്ന സമയത്ത് നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മളിതിൻ്റെ സൈസും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, പരമാവധി ചെറുതാവാൻ പാടുള്ളൂ, ഒത്തിരി ഞാൻ കടന്നു പോയാൽ ഈവൻ തിക്നെസ് ഓൺ ആക്കണം. സോ തിക്നെസ് പ്രോപ്പറായിട്ട് അകത്തോട്ട് പുഷ് ആയി പോകും. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഈ ഒരു ബേസിക് ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആണ് അല്ലേ. സോ ഇനി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു എഡ്ജസ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ ഫുള്ളായിട്ട്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ട്. സോ തൽക്കാലത്തേക്ക് ഞാൻ സബ് ഡിവിഷൻ ഒന്ന് ഓഫ് ആക്കാൻ പോവാണ്. എന്നിട്ട് ഇവിടെ ഞാൻ എന്നാ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഷേപ്പ് ജസ്റ്റ് ഒരു ചെറിയ വേരിയേഷൻ കൊണ്ട് നമ്മൾ ഇവിടുത്തെ ആ സബ് ഡിവിഷൻസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകും. സോ ഫേസസ് അത് പോയിട്ട് ഇത്രയും ഫേസിന് തൽക്കാലത്തേക്ക് നിർത്തിപ്ലൈ വേണം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇവിടെ വരുമ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലൂപ്പ്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ലൂപ്പ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതുപോലെ തന്നെ കൺട്രോൾ കീ ഞെക്കി ജസ്റ്റ് എനിക്ക് വേണ്ട രീതിയിലുള്ളൊരു ചെറിയൊരു സ്മൂത്ത് ഇവിടെ ഞാൻ കൊടുക്കും. ഓക്കെ, സോ സെയിം തന്നെ ആയിരിക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ഞാൻ കൺട്രോൾ കീ ഞെക്കി ജസ്റ്റ് ഒരു സ്മൂത്തിങ് ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ കൊടുക്കും. ഓക്കെ, സെയിം തന്നെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുമ്പോൾ. സോ ഇത് ഈ വാല്യൂ തന്നെ ഞാൻ കോപ്പി ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കൺട്രോൾ ബി കൊടുത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ വാല്യൂ തന്നെ ഇവിടെ തന്നെ ഞാനങ്ങ് പേസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവിടെ ഒരു വാല്യൂ അതുപോലെ തന്നെ കൊടുക്കാം. സോ കൺട്രോൾ ബി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇട്ടോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാനും പറ്റും കേട്ടോ, അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. സോ എനിക്ക് ജസ്റ്റ് ഈ ഒരു കുറച്ചും കൂടി നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. സോ വൺസ് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് അകത്തോട്ട് ഇങ്ങനെ പുഷ് ആയിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതൊരു നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ഫ്രണ്ട് വീനകത്തോട്ട് പോയിട്ട് ഈ ഒരു സെക്ഷനെ കൂടി നന്നായിട്ടൊന്ന് റീവിസിറ്റ് ചെയ്യാം. സെയിം തന്നെ ഇതും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആരൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് മുന്നോട്ടേക്ക് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യാം. ഓക്കെ, സോ പുഷ് ചെയ്യുമ്പം രണ്ട് മെഷീൻ കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ നോക്കണം. എനിക്ക് ചെറിയ പ്രശ്നം പിന്നെ പോലെ ഇപ്പോൾ ഉണ്ടാകുമായിരിക്കും. സോ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ ഓൾട്ട് നമ്മുടെ എക്സ്റേ മോഡിൽ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു എഡ്ജ് ഫുള്ളങ്ങ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കൺട്രോൾ ബി ഞെക്കി ജസ്റ്റ് ഒരു സ്മൂത്ത് ആയ ഒരു ആംഗിളിൻ്റെ ഷേപ്പിൽ ഞാനൊരു സ്മൂത്ത് ആയ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, വൺസ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മെഷർ സെലക്ട് ചെയ്തിട്ട് ഷെയർ ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, സോ ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. വൺസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൺട്രോൾ ബി ഞെക്കി ലൂപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്സ് ആഡ് ചെയ്യാം. ഈ ഒരു പോയിന്റിലോട്ടേക്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു ഏരിയ നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. ഓക്കെ, വൺസ് നമ്മുടെ ഷെയ്ഡിങ് നമ്മുടെ സ്മൂത്തിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ. ഓക്കെ, സോ സെയിം തന്നെ ആയിരിക്കും നമ്മൾ ഇവിടുത്തെ മുകളിലത്തെ കവർ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു കവർ എങ്ങനെയാണ് ഓപ്പണിംഗ് അല്ല പാക്കേജിങ്. സോ പാക്കേജിങ് കവറിന് എപ്പോഴും ഒരു ചെറിയൊരു ബെൻഡ് കാണും. സോ ഞാൻ ആ ഒരു ബെൻഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അകത്തോട്ട് കയറുന്ന നമ്മുടെ ഈ ഒരു സെക്ഷൻ റൈറ്റ്, നമ്മുടെ ഈ മെഷ് അകത്തോട്ട് പുഷായി പോവാണ്. സോ ഇതെന്തായാലും നല്ല നീറ്റായിട്ട് അകത്തോട്ട് ലോക്ക് ചെയ്തിരിക്കണം. സോ അതിനിടെ ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് അകത്തോട്ട് ഇങ്ങനെ പുഷ് ആവുന്ന രീതിയിൽ ഒന്ന് സെറ്റപ്പ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇത് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം അടക്കുക. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് സെയിം ആയിട്ട് തന്നെ അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ,
സോ ഇവിടെ ഓബിയസ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ ചേഞ്ചസ് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു മേഡ് വശം ഒന്ന് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് താഴത്തെ വശം അതുപോലെ തന്നെ വെക്കാം. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. സോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുന്നു. എന്നിട്ട് ഈ കാണുന്ന വേർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഇതിന് ജസ്റ്റ് താഴോട്ടേക്ക് ഒന്ന് കറക്റ്റ് ആയ ആംഗിളിൽ ഒന്ന് പുഷ് ചെയ്ത് വെക്കുന്നു. അത്രയും ഓക്കെ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് ബോക്സിൻ്റെ മുകൾ വശത്തെ ആ ഒരു സെക്ഷനും പിന്നെ അതുപോലെ തന്നെ താഴത്തെ ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് സെറ്റപ്പ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു മോഡൽ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ സെയിം തന്നെ ഇവിടെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഈ ഒരു പോയിന്റിലോട്ടും ജസ്റ്റ് കുറച്ച് ലൂപ്പ് ആഡ് ചെയ്യുവാണ് നമ്മുടെ ബോക്സിൻ്റെ കോർണേഴ്സിൽ. അതുപോലെ തന്നെ ഒരു ലൂപ്പ് എടുത്തിട്ട് ഈ ഒരു കോർണറിനടുത്തേക്കും കൂടി ഞാനിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് വെപ്പാണ്. ഓക്കെ, സോ ഇവിടുത്തെ ലൂപ്സ് ഒക്കെ നല്ല ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, നീറ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. സോ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം അടുത്ത സെക്ഷനിലോട്ട്. ഓക്കെ, സോ വൺസ് നമ്മുടെ ബോക്സിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. സോ ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ഇപ്പുറത്തേക്കെല്ലാം മിറർ അടിച്ച് സെറ്റപ്പ് ചെയ്യാൻ പോകാം. സോ മിറർ ചെയ്യുന്നതിന് നമ്മൾ എങ്ങനെ ചെയ്യുന്ന പോലെ നമ്മളിവിടെ വന്നിട്ട് മിറർ അടിക്കുന്നു ഒരു പോയിന്റിലോട്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടും. സോ വൺസ് ഇവിടെ വന്നിട്ട് ക്ലിപ്പിംഗ് ഓൺ ആക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ മെഷ് ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് സ്നാപ്പ് ആവുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ദിവസം നമുക്ക് ട്വീക്കേണ്ട ആവശ്യമില്ല, തുറക്കേണ്ട വെച്ചാൽ മതി. ഇവിടെ വന്നിട്ട് ഈ മെഷീനിൽ തന്നെ അടുത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം താഴോട്ടേക്ക്. ഓക്കെ, സോ ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഇതിന് Z ആക്സസ് കൊടുക്കും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബോക്സിൻ്റെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ മെഷീൻ കംപ്ലീറ്റ് ആയി. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകാം നമ്മുടെ ഒരു മിറർ. അപ്പോൾ തന്നെ ഈ താഴത്തെ മിറർ ഞാൻ അങ്ങ് അപ്ലൈ ചെയ്യും. സോ അങ്ങനെ നമ്മുടെ മിറർ കംപ്ലീറ്റ്ലി അപ്ലൈ ആയി. നമ്മുടെ മോഡലിൻ്റെ ഡീറ്റെയിലും അതേപടി വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനിയിപ്പം ഇതിന് ടെക്സ്ചർ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഓബിയസ്ലി നമ്മൾ സബ്ഡിവിഷൻ കളയുന്നില്ല, ഇത് ഇതുപോലെ തന്നെ വെക്കുവാണ്. എന്നിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽ കൊണ്ട് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നിന്ന് നമ്മൾക്ക് നമ്മുടെ അൺട്രാപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഈ മെഷർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണം നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു മാർക്സിയം അടിച്ചതിനെ ലോക്ക് ചെയ്ത് മാറ്റാം. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ഏരിയ ഞാൻ ഇവിടെ വെച്ച് ഞാൻ ഒരു മാർക്സിയം അടിക്കാൻ പോകാം. കാരണം ഇവിടെ ഒരു മാർക്സിയം അടിച്ചാൽ ഇവിടെ അടിക്കുന്ന പോലെ ഏറ്റവും വേഗം ബാക്കിൽ അടിക്കുന്നതാണ്. സോ അതാണ് മോഡലിൻ്റെ ഷേപ്പ് പോലെ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു മാർക്സിയം ഇങ്ങനെ അടിച്ചു വിടുകയാണ്. സോ ഈ മാർക്സിയം അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിടർന്ന് തുറന്നിങ്ങനെ ഇടും എൻ്റെ ഒരു മെഷീൻ. എനിക്ക് വേണ്ട രീതിയിൽ എനിക്കതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. ബട്ട് ഓബിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 രൂപ കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഒരു ഇമേജ് ഇച്ചിരി കൂടുതലാണ് നമുക്കല്ലേ, ഒരു ഇമേജ് കൂടുതൽ നമുക്കുണ്ട്. സോ നമുക്കത് അതിന് അലൈൻ ചെയ്ത് കറക്റ്റായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കാം. സോ അതിനുവേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഓരോ പോയിന്റ്സും. സോ ഇതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെയും ഇതുപോലെ ഒരു സ്പ്ലിറ്റ് ഇവിടെയും കൊടുക്കാൻ പോവാണ്. ഒരു സ്പ്ലിറ്റ് അതുപോലെ അടിയിലും ഒരു സ്പ്ലിറ്റ് ഇതുപോലെ ഒന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കല്ലേ. സോ സെയിം തന്നെ അവിടെ തന്നെ കൊടുക്കാം. ഈ ഒരു പോയിന്റിലും ഇതുപോലത്തെ ഒരു സ്പ്ലിറ്റ് അതുപോലെ തന്നെ കൊടുക്കുവാണ്. ഓക്കെ, സോ അങ്ങനെ ഞാൻ എൻ്റെ മെഷീൻ മൊത്തം എൻ്റെ അണ്ടർആപ്പിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓബിയസ്ലി നമ്മൾ സബ് ഡിവിഷൻ നോക്കിയില്ല, അതിപ്പോൾ നമ്മൾ നോക്കണില്ല. നമുക്ക് ജസ്റ്റ് ടെക്സ്ചർ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ സബ് ഡിവിഷൻ കൊടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ സബ് ഡിവിഷൻ ഓക്കെ ഇവിടെ തൊട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അൺട്രാപ്പിംഗ് ഫേസിലോട്ട് പോകാൻ പോവാണ്. സോ എഡിറ്റ് മോഡിലോട്ട് പോവാം. എന്നിട്ട് നമ്മുടെ ഈ മെഷീൻ മൊത്തം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ മൂലയിൽ കിടക്കുന്ന ഇതിനൊക്കെ അൺട്രാപ്പ് അടിക്കാം. സോ നമുക്ക് നമ്മുടെ അൺട്രാപ്പ് നല്ല നീറ്റായിട്ട് ഇവിടെ വന്നു അല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് അടിച്ചാൽ പോരെ. സോ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇമേജ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കത് പ്രോപ്പറായിട്ടൊന്ന് ടെക്സ്റ്റ് അടിക്കാം. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സെലക്ഷൻ നടത്താൻ വേണ്ടി ഞാൻ ഒന്ന് എൻ്റെ ഈ പാക്ക് ലെൻസിനൊക്കെ പോയിട്ട് ഇതിൻ്റെ ഒരു വാല്യൂ ഇച്ചിരി ഒന്ന് സ്പേസ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഒത്തിരി അടുത്തടുത്തായിട്ടിരിക്കണേ. സോ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യുക. സോ അതിൻ്റെ സ്പേസിങ് എനിക്കൊന്ന് അറിയാൻ വേണ്ടി എന്തുമാത്രം സ്പേസ് ഉണ്ട് ഓരോ പീസസിന്. സോ ഇവിടെ ഞാൻ അലൈൻമെന്റ് മോഡ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിങ്ങനെ ഒന്നായിട്ട് ഇതിനെ പുഷ് ചെയ്തങ്ങ് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഞാനതിന് കറക്റ്റായിട്ട് ഒരു എഡ്ജിൻ്റെ ഒരു ഇത് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഒരു മാർക്സിയം പഠിക്കാൻ വേണ്ടി. സോ ഇവിടെ വരുന്നു ഓരോരോ പാർട്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇതിനുള്ള മാർക്സിയം പഠിക്കാൻ പോകണം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൈഡ്സിൻ്റെ ദൂരത്തേക്ക് കൂട്ടിച്ചാൽ മതി. നമുക്ക് ഈ വേർട്ടെക്സ് തന്നെ എഡ്ജസ് തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന പോലെ കോർണേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോയാലും മതി.
ഓക്കെ. സോ ഈ ഒരു ഭാഗം നമുക്ക് വേറെ രീതിയിൽ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ. സോ ഇത് ഓബിയസ്ലി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമുക്ക് തലവേനയായിരിക്കും. കാരണം ഇതൊരു ഒറ്റ ഫേസ് ആണല്ലോ. സോ ഒറ്റ ഫേസ് മാത്രം സെലക്ട് ചെയ്ത് ചെയ്താൽ മതി. സോ ഇതങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് എഡ്ജസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളത് മറ്റേ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ വരുന്നു, ഞാനിതുപോലെ ഈ ഒരു പോയിന്റ്സും കൂടി അങ്ങ് സെലക്ട് ചെയ്ത് നമ്മളുടെ എല്ലാം എഡ്ജസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ യുവിനകത്ത് പോയിട്ട് മാർക്സിയം അടിക്കും ഇതിനൊക്കെ. ഓക്കെ, എൻ്റെ മോഡലിനകത്ത് ആ പോയിന്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി മാർക്സിയം ആയിട്ട് കണ്ടോ, പോയിന്റ്സിലൊക്കെ മാർക്സിയം വന്ന് കിടക്കും. ഇനിയും ഞാൻ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഏരിയാസ്, സോ ഇത് വെറും ഒരു ഫേസ് മാത്രമല്ലേ. സോ ഈ ഫേസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എച്ച് ബോഡിനകത്ത് പോയിട്ട് മാർക്സിയം അടിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോയിന്റ്സും അതുപോലെ തന്നെ കണ്ടോ ഇവിടെ ഇങ്ങനെ മാർക്സിയമായിട്ട് വന്ന് നടന്നോളും. മറ്റേ പോലെ നമ്മൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ മാർക്സിയം മൊത്തം ചെയ്ത് നമ്മൾ ഈ ഒരു ഏരിയ സെറ്റപ്പ് ആക്കി. ഇനിയും നമുക്ക് നമ്മുടെ ഈ ടെക്സ്ചേഴ്സ് ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് ആവറേജ് ആയിട്ട് ഞാൻ ചെയ്യുക. സോ അതിൻ്റെ കറക്റ്റ് സൈസിലാണ് എന്നറിയാൻ വേണ്ടി. എന്നിട്ട് എനിക്ക് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആദ്യത്തെ പീസാണ് ഈ പറയുന്ന ലാക്മേഡ് ആപ്സിൽ. സോ നമുക്ക് അതിനായിട്ട് നമ്മുടെ മെറ്റീരിയൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെറ്റീരിയലിനകത്ത് പോവാം, മെറ്റീരിയൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് കൊടുക്കാം ഒരു പേര്. സോ നമ്മൾ ഓൾറെഡി ഇതിന് ബോക്സിൽ കൊടുക്കല്ലേ. സോ നമുക്ക് ഇതിന് ലിപ്സ്റ്റിക് ബോക്സ് തന്നെ ആക്കാം. ഇവിടെ വരുന്നു, ഇതേ പേര് എനിക്ക് വേണമെങ്കിൽ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഷർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഞാൻ നമ്മുടെ സെഡ് ആക്സസിൽ പോയിട്ട് മെറ്റീരിയൽ പ്രിവ്യൂ ഓൺ ആക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റും കൂടെ എടുക്കാൻ പോവാം. റൈറ്റ് ക്ലിക്ക് ഞെക്കി ഞാനൊരു ഹൊറിസോണ്ടൽ സ്ക്രിപ്റ്റ് എടുത്ത് മുകളിൽ കൊണ്ടാക്കാൻ പോവാം. ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഷെയ്ഡ് റൈറ്റർ ഓപ്പൺ ആക്കാൻ പോകുന്നത്. സോ ഷെയ്ഡ് റൈറ്റർ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഞാൻ എൻ്റെ മോഡലിൻ്റെ ടെക്സ്ചർ ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി ആ ഇമേജ് ടെക്സ്ചർ ഉണ്ടല്ലോ. സോ ഞാൻ ഈ ഇമേജ് ടെക്സ്ചർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സബ്സ്റ്റൻസിനകത്ത് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെക്സ്ചേഴ്സിനകത്ത് പോവുക. ഇമേജ് എടുത്തിട്ട് അതെ, ഇതിനകത്ത് വന്ന് ടെക്സ്ചറിനകത്ത് പോയിട്ട് ഇമേജ് ടെക്സ്ചർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ട് നോക്കുക. എന്നിട്ട് ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്ചർ എവിടെ നിങ്ങൾ വെച്ചേ, നിങ്ങൾ ഉണ്ടാക്കിയ ആ ഡൈ ലൈൻ എവിടെ വെച്ചേക്കുന്നത് അതിനകത്തോട്ടൊന്ന് പോയി അങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് പല രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത് ഏത് രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തു. സോ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെക്കുന്നുള്ളൂ. എന്നിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കളർ എടുത്തിൻ്റെ ബേസ് കളർ കണക്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ മോഡൽ ഇങ്ങനെ ടെക്സ്റ്റ് കൊണ്ട് നടക്കും അല്ലേ. സോ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ അണ്ടർഡ്രോപ്പ് വെച്ച് നല്ല നീറ്റായിട്ട് അലൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓബിയസ്ലി പ്രൊഡക്റ്റ് തുറക്കുന്ന രീതി അങ്ങനെ ആയിരിക്കും, നമുക്കറിയത്തില്ല. സോ അറ്റ്ലീസ്റ്റ് എനിക്കറിയത്തില്ല. സോ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. സോ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ കാണുന്ന ഈ ഓപ്പൺ ഹെയർ എന്ന് പറഞ്ഞ ഒരു ഫുൾ സെക്ഷൻ അല്ലേ. സോ ഞാനിത് ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാച്ച് ചെയ്ത് കൊണ്ട് നോക്കാൻ പോവാം. സോ ആദ്യമേ ഇവിടെ ഈ ഒരു പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് ആദ്യം ഇതൊന്ന് അലൈൻ ചെയ്ത് ഇവിടെ കൊണ്ട് നോക്കും. ഈ ഒരു പോയിന്റ് ആയിട്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്കെയിൽ വാല്യൂ ഓൺ ആക്കുന്നു. എന്നിട്ട് സ്കെയിലിങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടി ഹോൾഡ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് ഞാനിതിനെ ലോക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് നോക്കി. ഓക്കെ, സോ ഇപ്പോൾ തന്നെയായിരിക്കും ഞാൻ ഇതിനെ മൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, വൺസ് ഇത് കഴിയുമ്പോൾ ഓബിയസ്ലി നമുക്കറിയാം നമ്മുടെ ഈ മുകൾവശത്ത് ഈ ഒരു പോയിന്റിലെ മിഡ് പോയിന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയില്ലായിരുന്നു. സോ ഞാനതൊന്ന് ഇവിടെ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുവാണ് ഈ ഒരു പോയിന്റ്സ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് യു അണ്ടർ പഠിക്കേണ്ടി വരും സ്പ്ലിറ്റ് ആക്കി മാറ്റാൻ വേണ്ടി. ഇപ്പോഴാണ് സ്ക്രിപ്റ്റ് ആയത്. സോ നമുക്കിൻ്റെ ഇപ്പം ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിനു വേണ്ടി ഞാൻ സെയിം തന്നെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് നോക്കും. അതാണിത്. സോ ഈ ഒരു ഫേസ് ഒക്കെ ഇവിടെ കൊണ്ട് നോക്കും നമ്മുടെ ലാക്മേയുടെ പ്രോഡക്റ്റിൻ്റെ. എന്നിട്ട് സ്കെയിലിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ഇതിനകത്തിലേക്ക് വെക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ലാക്മേഡ് ഇത് ഇവിടെ വരും. ഓബിയസ്ലി നമുക്കിത് ഇങ്ങനെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ആക്കാം കേട്ടോ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. എന്നിട്ട് ആരൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് അലൈൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മറച്ചു വെക്കാം. ഓക്കെ, സോ നോക്കുമ്പോൾ ഉണ്ടോ നമുക്ക് താഴത്തേക്ക് സ്പേസ് ഉണ്ട്. സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ സ്പേസ് അനുസരിച്ച് ഞാൻ ഇവിടെ സ്കെയിൽ കൊടുക്കുന്നു. എന്നിട്ട് വൈ പിടിച്ച് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് ഞാൻ പുഷ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ഷേപ്പ് സെറ്റായി, ഇവിടുത്തെ ഡീറ്റെയിൽ ഷേപ്പ് സെറ്റായി. ഓക്കെ, സോ ഇതുകൊണ്ട് ഇപ്പം ഈ പ്രോസസ്സിൻ്റെ ലാക്മേയുടെ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ എനിക്ക് ഇവിടെ കിട്ടും അല്ലേ. സോ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അടുത്ത സെക്ഷൻ ചെയ്യാൻ പോവാണ്.
സോ അതായിരിക്കും നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സൈഡ്സ് അല്ലേ. സോ ഈ ഒരു സൈഡ് നമ്മൾ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റെഫറൻസിലൊന്ന് നോക്കണം. ഓക്കെ, സോ ഞാനിവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുകയാണ്. അതാണ് ഈ കാണുന്ന സൈഡ്. സോ ഓബിയസ്ലി നമുക്കറിയാം ഈ ഒരു സൈഡിൽ നമുക്ക് നെറ്റ് വെയിറ്റും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഞാൻ ഓഫ് ആക്കിയിട്ട് ഇതെടുത്ത് ഇവിടെ നമ്മൾ നോക്കാൻ പോവാം. സോ ഇതിനോടൊപ്പം തന്നെ മാച്ച് ചെയ്യാൻ പോവാം ഇതിന്റെ സൈസിൽ തന്നെ. സോ ഞാനിവിടെ എൻ്റെ വെർട്ടെക്സ് മോഡ് ഒന്ന് ഓൺ ആക്കുന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ സ്നാപ്പ് ഓൺ ആക്കി ഞാൻ വെർട്ടെക്സ് ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ വെർട്ടെക്സ് മാത്രം അതിൻ്റെ കൂടെ പോയാൽ മതി. അതുകൊണ്ട് സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ ആരൊക്കെ ഓൺ ആക്കുന്നു, എൻ്റെ സ്നാപ്പ് ചെയ്ത് ഇത് പറയുന്ന വെർട്ടെക്സിനോടൊപ്പം ഇങ്ങനെ മാച്ച് ചെയ്യും. ഓക്കെ, സോ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ കിട്ടും. ഓക്കെ, സോ സെയിം തന്നെ ഇവിടെയും നമ്മൾ ചെറിയ പ്രശ്നമുണ്ട്. ലൈക്ക് നമ്മുടെ ഈ സബ് ഡിവിഷൻ ഇവിടുത്തെ ഈ ലൂപ്പ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയില്ല. ഓക്കെ, സോ അത് നമുക്ക് വീണ്ടും ഒരു ഇതായിട്ട് വരുവാണ്. സോ അത് നമുക്ക് ഒന്നുകൂടെ അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ അത് വേറെ രീതിയിൽ എങ്ങനെ ഫിക്സ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ വരുന്നു, ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. ഫുൾ ചെയ്ത് വെർട്ടെക്സ് കൊണ്ട് ഇവിടെ ഞാൻ മൂവ് ചെയ്ത് നോക്കും. സോ നമ്മുടെ ഈ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡിസൈൻ ലോക്ക് ആയിരിക്കാൻ വേണ്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫേസ് മോഡിൽ പോയിട്ട് ഈ പറയുന്ന ഫേസസ് എല്ലാം സെലക്ട് ചെയ്യാൻ പോകും. ഈ ഡീറ്റെയിൽ ആയ ഫേസസ് മൊത്തം സെലക്ട് ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. സോ ഇത് അതിൻ്റെ കൂടെ അങ്ങ് സെലക്ട് ചെയ്ത് അങ്ങ് എടുക്കുക. ഓക്കെ, സോ ഇത്ര ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ഞെക്കുന്നു, സ്പ്ലിറ്റ് എന്ന ഓപ്ഷനിൽ സ്പ്ലിറ്റ് വൈ കൊടുക്കുന്നു. എന്നിട്ട് പുഷ് ചെയ്ത് മുകളിലേക്ക് തള്ളുന്നു. ഓക്കെ, അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയിപ്പോൾ ഈ ഒരു മെഷീൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജസ് മോഡിൽ പോയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ കോർണേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ഞെക്കാം, റൈറ്റ് ക്ലിക്ക് അല്ല, യുവിനകത്ത് പോയിട്ട് മാക്സിമം എടുക്കുക. ഓക്കെ, സോ സെയിം തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതേ മെത്തേഡ് തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. സോ നമ്മൾ 3 പ്രസ് ചെയ്യുന്നു, ഫേസ് മോഡിൽ പോകുന്നു. ഇത്രയും ഭാഗത്തെ ഫേസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു 3 സെക്ഷൻസ് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, സ്പ്ലിറ്റ് പോകുന്നു, സെലക്ഷൻ പോകുന്നു, പുഷ് ചെയ്ത് താഴോട്ട് പഠിക്കുന്നു. ഓക്കെ, ഇതും അതുപോലെ തന്നെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിന് അതിൻ്റെ എഡ്ജ് ഗ്രൂപ്പ് കറക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. സോ ഓൾട്ട് ഹോൾഡ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ സെലക്ഷൻ കൊടുക്കുക ഈ ഒരു കോർണേഴ്സ് മാത്രം. ഓക്കെ, ജസ്റ്റിൻ്റെ അടുത്തോട്ട് പോയാലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആ ഒരു പോയിന്റ് കൂടി സെലക്ട് ചെയ്യുന്ന വരും. നമ്മുടെ ഇപ്പോഴത്തെ എഡ്ജസും കൂടി സെലക്ട് ചെയ്യുന്ന വരും. സോ ഇതിനെ ഇതുപോലെ തന്നെ വീണ്ടും യുവിനകത്ത് പോകുന്നു, മാർക്സ് മറിക്കുന്നു. ഓക്കെ, സോ അങ്ങനെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ഇതിലോട്ട് തന്നെ നമ്മുടെ ഫോക്കസ് കൊണ്ടുവരാം. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യണം അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ വേർട്ടെക്സ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിനെ മാത്രം അങ്ങ് തള്ളിയും വെച്ചാലും മതി. സോ പക്ഷേ തള്ളി വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കാരണം നമുക്ക് നടുക്കൊരു മിഡ് പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്കത് ഇച്ചിരി പ്രശ്നമായി മാറും. സോ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വേർട്ടെക്സ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫേസിൽ പോയിട്ട് ഞാൻ ഇതിനിങ്ങനെ പുഷ് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒന്ന് അകത്തോട്ട് ഒരു പറ്റാത്ത ലിമിറ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ കയറ്റും. ഈ അതിൻ്റെ ഈ കാണുന്ന കോമയുടെ ഈ ഡോട്ടർ ലൈൻസിൻ്റെ അടുത്ത്, ഡോട്ടർ ലൈൻസ് അവിടെ മുട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കും. സോ കണ്ടു, ഇവിടെ നല്ല നീറ്റായിട്ട് എനിക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കുഴപ്പമില്ല എനിക്ക്. സോ ഇത് കുഴപ്പമില്ല. സോ ഞാൻ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തെ ഡീറ്റെയിൽ. സോ ഇത് ഇവിടെ അങ്ങോട്ട് സെറ്റായി. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഭാഗം ഇനിയിപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഫിക്സ് ചെയ്യാം. ഇത് സിമ്പിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ചെറുതാക്കി ഇതിനകത്തോണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പം കാരണം അതിൻ്റെ ഒരു സിമ്പിൾ കളർ മാത്രമാണ്. സോ ഞാനിവിടെ വന്നിട്ട് എൻ്റെ എലമെന്റ് ഓൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ വെർട്ടെക്സ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എനിക്കത് ഫുൾ സെലക്ഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഞാൻ സ്കെയിൽ പ്രസ് ചെയ്ത് സ്കെയിൽ ഇതിനകത്ത് കൊണ്ടുപോകും. ഓക്കെ, സോ സെയിം ഡീറ്റെയിൽ തന്നെ ആയിരിക്കും എനിക്ക് ബാക്കിലും ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തെ. സോ ഞാൻ ഇതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്യുന്നു, മൂവ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഒരു ബാക്കിൽ ഡീറ്റെയിൽ അവിടെ കൊണ്ട് വെക്കാം. സോ അതിനാണ് നമ്മൾ ഈ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത്. സോ സെയിം വരുടെ തന്നെ ഇവിടെ നമുക്കുണ്ടായ ആ സെയിം പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്യണം. സോ ഫേസസ് നമ്മുടെ എലമെന്റ് മോഡ് ഓഫ് ആക്കുന്നു, ഫേസ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് താഴത്തേയും കൂടി ഷിഫ്റ്റ് കൊണ്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് താഴത്തേക്ക്. സെയിം തന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്യാം, ഒറ്റ ക്ലിക്ക് തന്നെ. ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഓൾട്ടും ഷിഫ്റ്റും ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പോകാം. കാരണം ഇവിടുത്തെ മാത്രമല്ല മുകളിലത്തെ സെലക്ഷൻ കൂടി ഉണ്ട്. സോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഷിഫ്റ്റും കൂടി ഹോൾഡ് ചെയ്തുകൊണ്ട് ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ക്ലിക്ക് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെയും ഇതുപോലെ തന്നെ വൈ ഞാൻ ഞെക്കുന്നു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, എൻ്റെ ഷോർട്ട് കട്ടാണ് വൈ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്തപ്പോൾ തന്നെ സെയിം മെത്തേഡ് വേർട്ടെക്സ് മെത്തേഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഓൺ ആക്കുക, സ്നാപ്പിംഗ് മോഡ് ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് മുട്ടിക്കുന്നു. സെയിം തന്നെ ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് വലിക്കണം. എന്നിട്ട് ഈ ഒരു വെർട്ടെക്സിൻ്റെ ഏറ്റവും എൻ്റെ ഏതാണോ അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ ആയിരുന്നു. സോ അവിടെ കൊണ്ടുവന്ന് വെച്ചു. സോ ഇതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് വലിക്കുമ്പോൾ
ഏറ്റവും ആദ്യം ഏതാണ് വരുന്നത് ആ ഒരു പോയിന്റ് വരെ കൊണ്ട് നോക്കണം. ഓക്കെ, സോ അങ്ങനെ ഇവിടെ മാച്ചായി. ഇനി നമ്മൾ ചെയ്ത പോലെ തന്നെ നോർമലി ഇതിന്റെ സെൻറ്ററായിട്ട് കൊണ്ട് നമ്മുടെ ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക, ഈ ഒരു മിഡ് പോയിന്റ് ലൈനെ. എന്നിട്ട് ഞാൻ എൻ്റെ സ്കെയിലങ്ങ് ഓൺ ആക്കുന്നു. എന്നിട്ട് ജസ്റ്റ് എക്സ് പിടിച്ചങ്ങ് വലിച്ച് ഷിഫ്റ്റും കൂടി ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ നിറച്ച് വെക്കുന്ന രീതിയിൽ ഒന്ന് പുഷ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഓബിയസ്ലി നമുക്ക് ലക്കിലി നമുക്ക് ആ ഡീറ്റെയിൽ വരുന്നില്ല ഇവിടെ. സോ നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ഇനി മുന്നോട്ടേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ സൈഡിലോട്ടേക്ക്. കാരണം ഇവിടെ ചെറിയതായിട്ട് റെഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അകത്തോട്ടേക്ക് ഒന്ന് പുഷ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം വന്ന സെയിം സംഭവം തന്നെ ഇതിൻ്റെ ബാക്കി പീസ് റൈറ്റ്. സോ ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചെറുതാക്കുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പ് കൊണ്ടെന്ന് വെച്ചിട്ട് നേരെ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോവാം. ഓബിയസ്ലി നമുക്ക് സ്നാപ്പിംഗ് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സ്നാപ്പ് ഒന്ന് ഓഫ് ആക്കാം. ജീനൊക്കെ അകത്ത് വെക്കുന്നു, ചെറുതായിട്ട് വിളിക്കണം നോക്കുന്നു. സെയിം തന്നെ സെലക്ട് കേട്ടുക. ഓക്കെ, സോ അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെയാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഓപ്പൺ ഹിയർ എന്ന് പറഞ്ഞ ഭാഗം. അത് നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഈ കാണുന്ന ഡീറ്റെയിൽസ് ലൈവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുന്നു. സെയിം ബ്ലാക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആയ ഒരു മൂലയിൽ കിടന്ന് വെച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇവിടെ കൊണ്ട് നോക്കുവാണ്. സെയിം ഇതുപോലെ തന്നെ ഇതും സെലക്ട് ചെയ്ത് ചെറുതാക്കുന്നു. എന്നിട്ട് ഈ കാണുന്ന ബ്ലാക്ക് ഏരിയ കൊണ്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഒരു മെഷാണ്. സോ ഈ ഒരു മെഷ് ഏതാണെന്ന് അറിയും. എനിക്കൊന്നും ഇത് ബാക്ക് ആവാനാ സൈഡ്. സോ ഇത് ബാക്ക് മെഷാണ്. സോ നമുക്ക് നമ്മുടെ ബാക്ക് മെഷും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം തലതിരിഞ്ഞ പോയേക്കണം. സോ 6 ഞെക്കി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷൻ കൊണ്ടുവരണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കൺട്രോളും കൂടി ഹോൾഡ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റും 90 ഡിഗ്രിയിൽ. ഓക്കെ, സോ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷ് ഒന്ന് ചെറുതാക്കി ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തുകൊണ്ടൊന്ന് നോക്കാം. ഡയറക്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ കൃത്യം സ്പേസിങ്ങിൽ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് സ്കെയിൽ കൊടുക്കാം, ഡ്രാഗ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പുള്ളി ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, ആരൊക്കെ ഉപയോഗിക്കുന്നു, ഷിഫ്റ്റ് ഡ്രാഗ്, എന്നിട്ട് വീണ്ടും സെയിം തന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാഗ് വലിച്ചുകൊണ്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവന്ന് നോക്കാൻ പോവാം. ഓക്കെ, മാറാം. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ രീതിയിൽ തന്നെ അലൈൻ ചെയ്ത് വെക്കണം. സോ ഈ വെർട്ടീസസ് മൊത്തം നമുക്ക് സെലക്ട് ചെയ്യാം. സോ അതിനുവേണ്ടി എലമെന്റ് മോഡ് ഓഫ് ആക്കാം. ഇവിടെ വന്നിട്ട് ഈ പുറത്തേക്ക് വെർട്ടിക്സസ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ആരൊക്കെ ഓൺ ആക്കുന്നു, അതിൻ്റെ സ്നാപ്പ് ഓൺ ആക്കുന്നു, വെർട്ടെക്സ് മോഡ് ആക്കിയിട്ട് ജസ്റ്റ് ഈ കാണുന്ന വെർട്ടെക്സ് മൊത്തം ചിലപ്പോൾ മാച്ച് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ താഴ്ത്തി വന്നിട്ട് സെലക്ട് ചെയ്യാം, വലിക്കാം, എന്നിട്ട് കൃത്യം ഈ ഒരു പോയിന്റിൽ കൊണ്ടിങ്ങനെ നോക്കാം. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ അപ്പോൾ കടന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ട് ഹൈലൈറ്റ് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ കാണുന്ന ഏരിയാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡീഷണലി ഒന്ന് പുള്ളി വെക്കാം. ഇത് ഞാൻ തോന്നുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാം. സോ അടിവശം പ്രശ്നം ഉണ്ടായിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. സോ ഓബിയസ്ലി നമുക്ക് കാണാം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഇച്ചിരി ഇങ്ങോട്ടേക്ക് മാറിയിരിക്കണേ. സോ അതിനൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ലൂപ്പ് കൊടുത്തിട്ടെ ആ ലൂപ്പിൽ അങ്ങോട്ടേക്ക് നമുക്ക് തന്നെ അറേഞ്ച് ചെയ്ത് നോക്കാം. പക്ഷേ ഏത് കുഴപ്പമില്ല. സോ തൽക്കാലത്തേക്ക് ഇങ്ങനെ നോട്ടെ. ഇതിപ്പോൾ ഒറ്റ മെഷ് ആയതുകൊണ്ട് നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. സോ അതാണ് ലൈക്ക് ഈ ഒരു ലൂപ്പ് സെലക്ട് ഞാൻ മുന്നോട്ടേക്ക് വലിക്കും തോറും ഇതിൻ്റെ പൊസിഷനിങ് മാറ്റാൻ വേണ്ടി. പക്ഷേ ഓബിയസ്ലി നമുക്ക് ഈ ലൈൻ കാണാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് അടുത്ത സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും നമ്മുടെ ഏതാണ് മുകൾവശത്തെ താഴ്വശത്തെ അടപ്പ്. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ പോവാം. സോ ഇവിടെ വരുന്നു, ഞാൻ എൻ്റെ എലമെന്റ് മോഡ് ഓൺ ആക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നോക്കുക. സോ സ്നാപ്പിംഗ് പ്രശ്നം വരിക. സോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടു നോക്കുക ഓപ്പൺ ഹിയറിന് വേണ്ടി. സോ ഓപ്പൺ ഹിയർ ഇവർ പറയുന്നത് ഈ ഒരു ഇമേജിൽ ഇങ്ങനെയാണ്. സോ നമ്മളിപ്പം തൽക്കാലത്ത് ഈ ഒരു ഷേപ്പിനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന അടപ്പ് ഇവിടെ ആയിട്ടായിരുന്നേ. സോ ഞാൻ ആ ഒരു ഷേപ്പിന് വേണ്ടി ഇത് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പോകണം. ഓക്കെ, സോ ഓപ്പൺ ഹിയർ ഇങ്ങനെ വരും ഇതിനകത്ത്. ഓക്കെ, സോ ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊണ്ട് നോക്കുന്നു. എന്നിട്ട് ഞാൻ ആ സെയിം മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പോവാം. സോ സെയിം സ്കെയിലിൽ പോകുന്നു, വലിക്കുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു.
ഓക്കെ. എന്നിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് വലിക്കാൻ പോവാം. സോ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. ഓക്കെ. സോ ഐതർ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിൽ വാല്യൂ എനിക്ക് താഴോട്ട് ഇങ്ങനെ വലിക്കാം. എന്നിട്ട് ഈ ആരൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കും. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൈൻ്റെ സ്പ്ലിറ്റ് കാണേണ്ട ആവശ്യം വരത്തില്ലല്ലോ. സോ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കും. സോ എനിക്കത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കത് ഇത് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുഷ് ചെയ്ത് ഉള്ളിൽ തന്നെ കയറ്റി വെക്കാം. സോ ഇതൊക്കെ ഓരോ രീതികളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് എലമെന്റ് മോഡിൽ പോകുന്നു. എനിക്ക് വേണമെങ്കിൽ എലമെന്റ് ക്ലിക്ക് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഓപ്പൺ ഹിയർ വെച്ചിട്ട് മുഴുപ്പില്ലേ ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് എനിക്ക് വെക്കാം. എനിക്ക് അങ്ങനെ വെക്കാം. ഒബിയസ്ലി ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്കൊരു ചെറിയൊരു സ്പ്ലിറ്റ് കാണാൻ പറ്റും. കാരണം ആ ഒരു ഭാഗമാണ് ആ കൊണ്ടുപോയി നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. സോ എനിക്ക് ഈ സ്പ്ലിറ്റിന് ആവശ്യം താല്പര്യമില്ല. സോ ഞാൻ അതുകൊണ്ട് ഇത് ഇവിടുന്ന് എടുത്ത് കളയാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നതിനുള്ളിൽ കൊണ്ടുവന്ന് ഓക്കെ. സോ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടത് പടം കഴിയും. സോ അങ്ങനെ ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് താഴെ ലാക്മിയുടെ ആ ലോഗോ ആണ് വന്ന് കിടക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് പടം നോക്കാൻ പോവാം മോഡൽ. സോ ഓക്കെ. സോ അങ്ങനെ ലാക്മയുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റപ്പ് നമ്മൾ ചെയ്തു. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽ നമ്മുടെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. സോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ പോലെ നമുക്ക് വേണമെങ്കിൽ അതിന് കൊടുക്കേണ്ടതിൻ്റെ ടൈപ്പ് ഡീറ്റെയിൽസ് ലൈക്ക് എന്താ പറയുന്നത് രണ്ട് ഷോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഞാൻ വരുന്നു, എൻ്റെ ഈ മെഷ് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു സോൾട്ടിഫൈ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മെഷിന്. സോ ഈ ഒരു സോൾട്ടിഫൈ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് ഇപ്പം. സോ ഇവിടെ വരുന്നു, ഈ മെഷ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്യാം. വൺസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം മൊബൈൽസിൽ കണ്ടോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം കാണാൻ പറ്റും. സോ ഞാൻ എൻ്റെ ഈ മെഷ് തൊടുന്നില്ല, ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്തേക്കുള്ള ബാക്കിയുള്ള മെഷസിലൊന്ന് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പോകും. സോ ആദ്യമേ ഞാൻ എൻ്റെ ഫേസ് വന്നിട്ട് നമ്മുടെ എലിമെന്റ്സ് ഓൺ ആക്കി നമ്മൾ ഏതൊക്കെയാണ് UVs നമ്മൾ ചെയ്തിരുന്നത് ആ UVs വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ. സോ നമ്മളിനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ അകത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സോൾട്ടിഫൈ വഴി വന്ന് ആ ബാക്കിയുള്ള ഡീറ്റെയിൽ ഷേപ്സ് നമ്മളൊന്ന് ഊരിയെടുക്കാൻ പോവാണ്. സോ അത് എങ്ങനെ ഊരിയെടുക്കണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ പോകും. സോ അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലിങ്കിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മെഷീൻ്റെ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ലിങ്ക് കൊടുത്തിരുന്നത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് അങ്ങ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ തൽക്കാലത്തേക്ക് ഞാൻ എത്ര ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു, എത്ര ഏരിയാസ്, എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് Ctrl+L കൊടുത്ത് സെലക്ട് ചെയ്യും. ഓക്കെ. ഇതുണ്ടോ ഇത്രയാണ് ആ ഭാഗം. ഓക്കെ. സോ ഇത്ര ഭാഗത്ത് ഞാൻ L ഞെക്കിയിട്ട് ഞെക്കി ഹൈഡ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ നാണ്ടിയിൽ ബാക്കിയുള്ള പീസസ് ആണ് നമ്മുടെ മോഡലിനകത്ത് യുവിനകത്ത് വന്നിട്ട് ഇതെല്ലാം കൂടി ഞെക്കി അങ്ങനെ ചെറുതാക്കി ഒരു മൂലയിൽ കൊണ്ടുവന്ന് നോക്കാൻ പോകും. ഓക്കെ. സോ ഇതുപോലെ എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വൈറ്റ് കളറിലോ അവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്താം. നമുക്ക് ജസ്റ്റ് മെഷർ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബ്ലാക്കിൽ തന്നെ കൊണ്ടു നോക്കാം. ഓക്കെ. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അൺഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽ കണ്ടോ എല്ലാം നല്ല ഫുള്ളി ബ്ലാക്ക് എടുത്തേക്കും. നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസിനൊന്നും പ്രശ്നം വരില്ല. ബട്ട് അതിൻ്റെ അകത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ളി ഇൻസൈഡ്സ് മാത്രം നമ്മൾ ബ്ലാക്കിൽ കൊണ്ട് വെച്ച് അതങ്ങനെ ആ ഒരു സെക്ഷൻ ഫുള്ള് ക്ലോസ് ചെയ്യും. സോ ഓൾ ടച്ച് മേക്കിംഗ് അതിൻ്റെ മെഷേഴ്സിന് ബാക്കിയെല്ലാം തിരിച്ച് പുറത്തോട്ട് വരും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ലാക്മയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇടാം. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് നടത്താം. ലൈക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഇവിടെ ഒരു മാട്രിക്സ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെയൊക്കെ. സോ നമുക്ക് ആ പരിപാടി ജസ്റ്റ് ഇതിലൊന്ന് ചെയ്യാം. ഓക്കെ. സോ അതോടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഐഡിയ കിട്ടും. ലൈക്ക് എങ്ങനെയാണ് ഈ മോഡൽ മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ഈ ബോക്സസ്. സോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കർസർ എൻ്റെ വേൾഡ് ഒറിജിനിൽ കൊണ്ടു നോക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മിഡ് പോയിന്റ് ഈ കാണുന്ന മിഡ് പോയിന്റ് എനിക്ക് എൻ്റെ മോഡലിൻ്റെ ബോട്ടം ഏറ്റവും അടിവശത്ത് കൊണ്ടുവന്ന് വെക്കണം. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒബ്ജക്ട് മോഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഓപ്ഷൻസിനകത്ത് വരുന്നു. സോ താല്പര്യം നമുക്ക് ലേ ഔട്ടിലോട്ടൊന്ന് പോകാം. ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഞാൻ ഇവിടെ വരുന്നു, ഒരു ആംഗിൾ എടുക്കുന്നു. നമ്മുടെ മിഡ് പോയിന്റ് ഇവിടെ ഇരിക്കുന്നത്. സോ മിഡ് പോയിന്റ് ബോട്ടത്തിൽ കൊണ്ടുവരണം. സോ അതിന് വേണ്ടി ഞാൻ എൻ്റെ മിഡ് പോയിന്റ് ആദ്യം ഒബ്ജക്ട് മോഡ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒറിജിൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഒറിജിൻസ് ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട രീതിയിലൊന്ന് മൂവ് ചെയ്ത് അല്ലെങ്കിൽ താഴെ വെക്കാൻ പോവാം. സോ വെർട്ടെക്സ് മോഡ് ഓൺ ആക്കുന്നു. എന്നിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് താഴത്തെ ഏതെങ്കിലും വെർട്ടെക്സ് ആണ് സ്നാപ്പ് ചെയ്യും. ഓക്കെ. അതാണ് ഈ കാണുന്ന വെർട്ടെക്സ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വൈ ആക്സസിൽ ഒന്ന് വലിച്ചിട്ട് ഇവിടുത്തെ ഒരു വെർട്ടെക്സ് കൊണ്ടുവന്ന് സ്നാപ്പ് ചെയ്യാൻ പോകും. അതുകൊണ്ടാണ് ഞാൻ നടുക്കൊരു വെർട്ടെക്സ് വെച്ചത്, കാരണം എനിക്ക് ഇങ്ങനെ സ്നാപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി ഞാൻ ഓപ്ഷൻസിൽ പോയിട്ട് ഇതാണ് ഓഫ് ആക്കും. വൺസ് ഓഫ് ആയി കഴിയുമ്പോൾ എൻ്റെ മിഡ് പോയിന്റ്
ഇവിടെ വന്ന് എടുക്കേണ്ട ഒബ്ജക്റ്റ്. സോ എനിക്ക് സ്കെയിൽ ചെയ്യാനും കുറയ്ക്കാനാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മോഡൽ കൃത്യം നടുക്കിരിക്കുന്നുണ്ട്, അല്ല കൃത്യം ഫോട്ടത്തിൽ ഇരിക്കുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ. ഇനി ഞാൻ ചെയ്യുന്ന എനിക്ക് ഒബ്ജക്റ്റിൻ്റെ ഇവിടെ കൊണ്ട് നോക്കണം, കൃത്യം സെൻറ്റർ. എനിക്ക് മൂവ് ചെയ്തുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. സോ എനിക്ക് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇവിടെ നമുക്ക് ഈ വാല്യൂ മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് 0 അടിച്ച് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മോഡൽ ഇതിൻ്റെ കൃത്യം സെൻറ്ററിൽ വന്ന് ലോക്ക് ചെയ്തിരിക്കും. ഇത് വൈ ആക്സിസിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മോഡൽ സെറ്റ് ആയി അല്ലേ. സോ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചേഞ്ചസിലോട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഷെയ്ഡ് റേറ്റോട്ട് പോയിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ല നീറ്റായിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. സോ ചിലർക്കാണ് ഈ ലാക്മയുടെ ഇവിടെ എനിക്ക് ഇച്ചിരി മുകളിലോട്ടേക്ക് ഇങ്ങനെ ബമ്പ് നോർമൽ മാപ്പ് ഒന്ന് തെറിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന പോലെ കാണിക്കാൻ ആഗ്രഹമുള്ളവർ കാണും. ചിലർക്കാണെങ്കിൽ ഈ മാറ്റ് ഇങ്ങനെ ഓരോ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു മെറ്റലിക് കളർ അല്ലെങ്കിൽ ഒരു ഷൈനിനെസ് കളർ ഈ ഒരു പേജിനുള്ളിൽ തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ കാണും. സോ ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം. സോ ഇതൊക്കെ ബേസിക് നമ്മുടെ ബ്ലാക്ക് മാസ്ക് പോലത്തെ പരിപാടി തന്നെയാണ്. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ആഡ് ചെയ്യണമെന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം എൻ്റെ മോഡലിലോട്ട് പോകും. സോ ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു മോഡൽ അങ്ങ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഗൂഗിളിനകത്ത് പോകുന്നു. ഓബിയസ്ലി എനിക്ക് ഫോട്ടോഷോപ്പ് ഇല്ല, സോ ഞാൻ ഫോട്ടോപ്പി യൂസ് ചെയ്യുക. സോ നിങ്ങൾ ഫോട്ടോപ്പി ആണെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഞാൻ ചെയ്യാൻ പോകുന്നതെല്ലാം സെയിം തന്നെ ആയിരിക്കും അവിടെ. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ കാണുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഡ്രോയിങ് എടുത്ത് ഇവിടെ കൊണ്ട് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്തിടും. ഓക്കെ, സോ ഓബിയസ് നമുക്ക് ഇമേജ് കിട്ടും അല്ലേ. നമുക്ക് ഇതിനകത്ത് എല്ലാം വേണ്ട, നമുക്ക് ആകെ വേണ്ടത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ്, ഡിസൈൻസ് മാത്രമാണ് അല്ലേ. സോ ഞാൻ ആദ്യം ഇവിടെ വരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ലെയറിനകത്ത് പോയിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. സോ ജസ്റ്റ് ലൈക്ക് ഫോട്ടോഷോപ്പ് പോലെ തന്നെ Ctrl+J ഞെക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡൂപ്ലിക്കേറ്റ് എടുക്കാം അല്ലേ. ഒറിജിനൽ അടി കയറ്റി വെക്കുക, ഞാൻ അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിനെ ഒന്ന് Ctrl+L ഞെക്കി ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് എന്താ പറയുന്നത് ഇതിനെ ഞാനൊന്ന് Ctrl+L ഞാൻ ഡീസാച്ചുറേറ്റ് ചെയ്യുമ്പോൾ Ctrl+Shift+U നമ്മുടെ ഇതിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ സെയിം ഓപ്ഷൻ Ctrl+Shift+U ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡീസാച്ചുറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷനകത്ത് പോവാം. നമ്മുടെ ഇമേജിനകത്ത് പോയി അഡ്ജസ്റ്റ്മെന്റിൽ പോയി ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുത്തിട്ട് അതിനകത്ത് ഈ സാച്ചുറേഷൻ വാല്യൂ 0 ആക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മോഡൽ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ പ്യുവർ ബ്ലാക്ക് എന്ന് പറയാനായിട്ട് ഇത് ഒരു മതി ഗ്രേഷ് ടോൺ ടിൻഡ് അല്ലേ. സോ നമുക്ക് ഇത് എന്തായാലും പ്യുവർ ബ്ലാക്ക് ആക്കണം. സോ അതെങ്ങനെ ആക്കണമെന്ന് കാണിച്ചു തരാം. സോ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക ഇമേജിനെ, എന്നിട്ട് Ctrl+L പ്രസ് ചെയ്യുക ഇതിന്. അല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ പോലെ തന്നെ ചെയ്യണം, ഒരു നോൺ ഡിസ്ട്രക്റ്റീവായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീനൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ കൺട്രോളിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഹോൾ ഏരിയ അങ്ങ് സെലക്ട് ആവും. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ വന്നിട്ട് നമുക്കിവിടെ ലെവൽസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ സെയിം തന്നെ ഫോട്ടോഷോപ്പിലും. സോ ലെവൽസ് ആഡ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ലെയർ താക്കത്തേക്ക് ഓഫ് ആക്കിയിട്ട് ഇവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഈ വാല്യൂ ഫുള്ള് ബ്ലാക്ക് ആക്കാൻ പോവാം. ഓക്കെ, സോ ഫുള്ള് ബ്ലാക്ക് ആക്കുന്നുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണ്ടാത്ത എല്ലാം അവിടെ നമുക്ക് പോകും അല്ലേ. നമുക്കിവിടെ വലുതായിട്ടൊന്നും വേണ്ട, നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ ഈ ലോഗോ ഒന്ന് പോപ്പ് ആക്കിയിരിക്കണം. ബാക്കിയുള്ള എല്ലാം എങ്ങനെയാണെങ്കിലും നമുക്ക് വിഷ്വൽ കാര്യമല്ല. സോ ഞാനത് ഒന്ന് പോപ്പ് ആക്കാൻ വേണ്ടിയാണ് ഈ ഡീറ്റെയിൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ ഇതിനെ വലിച്ചു ഒരു മൂലക്കൊണ്ടൊന്ന് വെച്ച് എനിക്ക് വേണ്ട ഡീറ്റെയിൽ ഇവിടെ ഞാൻ അച്ചീവ് ചെയ്തു. ഓക്കെ, എനിക്ക് ബാക്കിയൊന്നും വേണ്ട ഇതിനകത്ത് ലാക്മയുടെ വേറെ ഒന്നും എനിക്ക് വേണ്ട, ജസ്റ്റ് ആ ഡീറ്റെയിൽ മാത്രം മതി. ഓക്കെ, സോ ഈ ലാക്മയുടെ ഓരോ ലോഗോസ് ഇരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എനിക്ക് ഈ ഒരു ഭാഗം ചിലപ്പോൾ ബമ്പ് ചെയ്ത് പുറത്തോട്ടൊക്കെ തള്ളണം. സോ അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഒരു സ്മൂത്തായ ഒരു വാല്യൂ ഇവിടെ കൊടുക്കും ഈ ഒരു രീതിയിൽ. സോ നമുക്ക് വേണ്ട രീതിയിൽ ബ്ലാക്കിനെ ഇതാക്കി ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്ക് വേണ്ടത് മാത്രം ആഡ് ചെയ്ത് വെക്കാം. സോ ഫസ്റ്റ് എനിക്ക് ഇതിനകത്ത് കുറേ സാധനമുണ്ട് വേണ്ടാത്തത്. സോ ഞാൻ ഈ പെയിൻ ലെയറിൽ പോയിട്ട് ഒരു പുതിയ ലെയർ അതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് ഞാൻ ബ്രഷിൽ ഒരു ബ്ലാക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് എടുത്ത് കളയാൻ പോകാം. സോ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യണം, നമുക്ക് ഇറേസർ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് പുതിയ ലെയറിനകത്ത് പോയി അങ്ങ് റബ്ബ് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ മതി വേണ്ടത്തൊക്കെ. സോ ഇവിടെ ഓക്കെ, സോ ബ്രഷ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിന് ഈ പറയുന്ന വാല്യൂ കൊടുക്കാൻ പോവാം. ഓക്കെ, സോ ആദ്യം ഞാൻ എൻ്റെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക, കാരണം വലിയതായിട്ട് രീതിയിലെടുത്ത് നമുക്ക് വേണ്ടാത്ത എല്ലാം പെയിൻറ്റ് ചെയ്ത് കളയാലോ. സോ ഇങ്ങനെ ഞാൻ ഇതെല്ലാം കളയുക. ഓക്കെ, സോ ഓപ്പൺ ഹിയർ എനിക്ക് ചെറിയ ബമ്പ് ഡീറ്റെയിൽ കൊടുക്കണം അതിൽ. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ഹിയർ മാറ്റണില്ല, പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരു കളയുക. സോ ഇവിടെ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇതെല്ലാം ഞാൻ കളയുന്നു, കാരണം നമുക്ക് ബമ്പ് ഡീറ്റെയിൽ ഇത്ര ഏരിയസ് മാത്രം കൊടുത്താൽ മതി. ഈ പറയുന്ന പേരൊന്നും നമുക്ക് വേണ്ട അല്ലേ. ഇവിടെ ഞാൻ മെറ്റാലിക് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ അതുകൊണ്ട് ഇതെല്ലാം റബ്ബ് ചെയ്താൽ കളയുക ഈ ഒരു ഭാഗം മൊത്തം. സോ ഇവിടെ എനിക്കാണെങ്കിൽ ജസ്റ്റ് ഒരു മെഷ് ഓൺ ആക്കിയിട്ട് ഇത്ര ഒരു ഏരിയയിൽ എനിക്ക് വൈറ്റിൻ്റെ ടെക്സ്ചർ ഇടണം. സോ എനിക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഒരു മെറ്റാലിക് വാല്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി. സോ ഞാനിത് എക്സ് പ്രസ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യുവാണ്. എനിക്ക് ഫുൾ വൈറ്റിലാക്കിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ജി നെഗി ഒന്ന് മെഷ് അടിക്കും, ഈ ഒരു കളർ അടിച്ചു. ഓക്കെ,
ഓക്കെ, സോ അതിൻ്റെ കൺട്രോൾ ഡിയിലേക്ക് ഞാൻ ഡീസെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ബാക്കി പണിയിലോട്ട് പോകാം. സോ അതാണ് നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ. സോ ഇവിടെ എനിക്ക് മാറ്റ് റെവല്യൂഷൻ വേണം. എനിക്ക് ഇതിനൊരു മെറ്റാലിക് ടൈപ്പ് ടോൺ കൊടുക്കാം. ലിപ് കളർ എനിക്ക് വേണ്ട, ലിപ് കളർ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ അതങ്ങനെ പോയി. അതുപോലെ തന്നെ താഴത്തെ ലാക്മയുടെ ഈ മോഡൽ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് പല്ലാടിയിലാണ് പഠിക്കാൻ. സോ ഞാൻ തിരക്കത്തിൽ ഇത് അവിടെ നിന്ന് ഒരു കളവാണ്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് ആൽഫ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണോ അത് മാത്രം ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഒരു കാണിക്കുന്നുണ്ടാക്കും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജിന്റെ ഡിസൈൻ കിട്ടിയാലേ. ഓക്കെ, സോ ഇനി നമുക്ക് പതുക്കെ ഒന്നൊന്നായിട്ട് എല്ലാത്തിനും നമുക്ക് വേണ്ട പോലത്തെ ഡീറ്റെയിൽസ് ആഡ് കൊടുക്കാം. ഓക്കെ, സോ ഓബിയസ്ലി മാറ്റായ ഭാഗങ്ങളും മാറ്റായ ഡീറ്റെയിൽസ് കൊടുത്തും മാറ്റ് റെവല്യൂഷൻ വേണ്ട സെക്ഷനിലെ യൂബീസ് ഒക്കെ നമുക്ക് അവിടുന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, സോ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഇതൊന്ന് സേവ് ചെയ്യും, കാരണം എനിക്ക് റഫ്നെസ് സെപ്പറേറ്റ് ആയിട്ട് വേണം. എസ്പെഷ്യലി മാറ്റ് റെവല്യൂഷൻ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം റഫ്നെസ്സിന് വേണ്ടി. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാറ്റ് റെവല്യൂഷൻ മാത്രം ഒരു സെപ്പറേറ്റ് യൂവി ആയിട്ട് അല്ലെ സെപ്പറേറ്റ് ഇമേജ് ആയിട്ട് ഞാൻ സേവ് ചെയ്യും. എന്നിട്ട് ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ എല്ലാ മെഷ് ആദ്യം കൊണ്ടുപോകും. ഓക്കെ, സോ മാറ്റ് റെവല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒരു പുതിയ ലെയർ ഇട്ട് അതിനൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിങ്ങനെ ഒരു മെഷ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് എക്സ് ഞെക്കി ജി ഞെക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് മാറ്റുക. ഓക്കെ, മാറ്റ് റെവല്യൂഷൻ്റെ മാത്രം. ഓക്കെ, എൻ്റെ കൺട്രോളിൽ ഞെക്കി ഇത്രയും ഭാഗം എനിക്ക് വേണ്ട ഡീറ്റെയിൽസോ മെറ്റാലിക് വാല്യൂസ് ഒക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇതന്നെ സെലക്ട് ചെയ്യുന്നു, ഫയലിൽ പോകുന്നു, എക്സ്പോർട്ട് ആസ് PNG അടിക്കും. ഓക്കെ, എന്നിട്ട് ഇതാണ് എൻ്റെ വാല്യൂ ടെക്സ്ചർ പേജ്. സോ സേവ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫയൽ എൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് പോയിട്ട് പാക്കേജിംഗ് ബോക്സിനകത്ത് ഞാനിവിടെ കൊടുക്കും ലിപ്സ്റ്റിക് ടൈലൈൻ. നമുക്ക് നമ്മുടെ മാസ്ക് കൊടുക്കാം. ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് ഹൈഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. സോ ഞാൻ വേറൊരു ലെയർ ഉണ്ടാക്കിയിട്ട് അവിടെ ഞെക്കി ഇതൊക്കെ എനിക്ക് ഹൈഡ് ചെയ്യാം. അല്ലെ, ഷിഫ്റ്റ് കോൾ ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഇതെല്ലാം ഹൈഡ് ചെയ്യാൻ പോവാം. ഞെക്കി ഈ ഏരിയസിൽ മൊത്തം ഞാൻ ഹൈഡ് ചെയ്യും. ഓക്കെ, കൺട്രോൾ ഞെക്കി നോക്കി മാറ്റ് റെവല്യൂഷൻ മാത്രം ഇവിടെ വെക്കുക ഞാൻ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ ഫയലായിട്ട് പോയിട്ട് സേവ് ആസ് എക്സ്പോർട്ട് ആസ് പോയിട്ട് പുതിയ PNG ആയിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സേവ് ആസ് കൊടുത്തിട്ട് ഇതിനെ ഞാൻ ലിപ്സ്റ്റിക് ഡൈലൈനിലെ സെയിം സംഭവം, പക്ഷേ ഇത് റഫ്നെസ് മാപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകും. സോ റഫ്നെസ് ലോഗോ എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ റഫ്നെസ് മാസ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, ഫോട്ടോഷോപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ അതേ ടെക്സ്ചർ പേജ് തന്നെ ഒരു മാറ്റം വരുത്താണ്ട് സൈസ് ഒന്നും കുറയ്ക്കാണ്ട് അതേ സൈസിൽ തന്നെ നമ്മൾ ഇത് ചെയ്തല്ലേ, കണ്ടോ? അതേ ഡീറ്റെയിൽ അതേ സൈസിൽ തന്നെ നമ്മൾ ചെയ്തു, ഒന്നും നമ്മൾ അനക്കിയിട്ടില്ല അല്ലേ, സെയിം പൊസിഷൻ തന്നെ ഇരിക്കുന്നത് അല്ലേ. നമ്മളങ്ങനെ മെയിൻ കാണുന്നത് നമ്മുടെ അണ്ടർആപ്പ് നമ്മൾ അതേ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് അല്ലേ, ഇവിടെ കറക്റ്റ് പൊസിഷൻ. സോ നമ്മൾ എന്ത് അഡീഷണൽ മാസ്ക് ആഡ് ചെയ്താലും ഇതിന്റെ മുകളിലോട്ട് തന്നെ വന്ന് ഒട്ടിയിരിക്കുള്ളൂ. അപ്പം നമുക്ക് അതനുസരിച്ച് ഷേപ്പ് പിടിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ നമ്മുടെ മെയിൻ ഡീറ്റെയിൽസിലോട്ട് ഇനിയിപ്പോൾ പതുക്കെ അങ്ങ് തുടങ്ങാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റൈൽസിലോട്ട് മാറി തുടങ്ങാം. സോ ഇവിടെ നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ ഇട്ടോ അല്ലെ, ലിപ്സ്റ്റിക് ഡൈലൈൻ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ടെക്സ്ചർ. ഇത് നമ്മളൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല അല്ലേ. പക്ഷേ നമുക്കിനിപ്പോൾ നമ്മുടെ റഫ്നെസ് വാല്യൂം ഒക്കെ ഇതിൽ ട്വീക്ക് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ റഫ്നെസ് വാല്യൂ ഉണ്ട്. സോ അതിനനുസരിച്ച് നമുക്കിനി എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ ട്വീക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകും ഓരോന്നായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് മെഷ് ആൻഡ് ബേസ് കളർ. സോ ബേസ് കളർ ഞാൻ ഒരു മൂല്യമൊക്കെ കാരണം ഇത് കംപ്ലീറ്റ് ആയി, എനിക്കില്ല വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ബേസ് കളറിൽ. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ വരാൻ പോകുന്നത്, മെറ്റാലിക്കും റഫ്നെസ്സും. പിന്നെ നമുക്ക് കൊടുക്കേണ്ട ബം ഡീറ്റെയിൽ നോർമൽ മാപ്പ് ആഡ് ചെയ്യുമ്പോൾ നോർമൽ മാപ്പ് ആഡ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ആദ്യമേ നമ്മൾ നമ്മുടെ മെറ്റാലിക് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മാറ്റ് വെച്ച് നമുക്ക് തുടങ്ങാം ആദ്യം. ഓക്കെ, സോ ഞാൻ ആദ്യം എൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ കാണുന്ന റഫ്നെസ് മാപ്പിൻ്റെ ഈ ബോക്സ് നമുക്ക് കൊണ്ടുവന്ന് ഇടാൻ പോകാം. ഓക്കെ, വൺസ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇത് നമ്മുടെ റഫ്നെസ് മാപ്പാണല്ലോ. സോ ഇതിനകത്ത് ഞാൻ റഫ്നെസ് കൊണ്ട് കണക്ട് ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഇപ്പം കണ്ടോ എന്താ സംഭവിക്കാൻ പോകണമെന്ന്, ഈ ഒരു ഏരിയ കണ്ടോ ഫുള്ളി ഇങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളി അങ്ങ് മാറ്റായി അല്ലേ. ഇന്ന് ബാക്കിയുള്ള ഏരിയ കണ്ടോ അത് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് അത് ഫുള്ള് റിഫ്ലക്ഷൻ അടിച്ചു അല്ലേ. സോ ഒബിയസ്ലി നമുക്ക് ഈ റഫ്നെസ് മാപ്പ് മാസ്ക് മാത്രം മതിയല്ലേ, ഇതിൻ്റെ ബാക്ക് നമുക്ക് ഇതുപോലെ ആക്കാൻ താല്പര്യമില്ല. സോ മാസ്കിനെ മാത്രം നമുക്ക് അഫക്ട് ചെയ്താൽ മതിയല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനൊരു മിക്സ് കൊടുക്കും. ഓക്കെ, ഒരു മിക്സ് കളർ കൊടുക്കും. സോ ഈ കളർ നമുക്ക് നോർമൽ ആക്കിയിട്ട് ഈ മാസ്കിന് മാത്രം ഒരു ചേഞ്ച് വരുത്തിയാൽ മതി എന്ന് കാണിക്കാൻ വേണ്ടി. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു മിക്സ് കളർ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതെൻ്റെ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇതെൻ്റെ മാസ്ക് ലെയറായിട്ട് ഞാൻ യൂസ് ചെയ്യും. സോ അത് ഞാൻ എൻ്റെ ഫാക്ടറി കൊണ്ടുപോകും. ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫാക്ടർ. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ കളർ ഞാനിവിടെ നമുക്ക് മൂവ് ചെയ്ത് നോക്കാം ഏത് കളർ എന്തിനോട് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. സോ ഞാൻ ഈ വാല്യൂ കുറയ്ക്കും തോറും എന്താ സംഭവിക്കണേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ അതിന് ഞാൻ ആദ്യം എൻ്റെ ഈ റഫ്നെസ്സിലോട്ട് ഈ വാല്യൂ കണക്ട് ചെയ്യും. അപ്പോൾ അതാണ്ട് ഇതുണ്ടോ, ഇത് ഫുള്ള് ഒരുമാതിരി റഫ്നെസ് വാല്യൂ ആയിട്ട് വന്നു അല്ലേ ഇതിൻ്റെ ഈ ഒരു കളർ.
സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇതാക്കാം. ഓക്കെ, സോ ഇത് ഗ്ലോസ് ആണ്. സോ ഇത് നമുക്ക് വേണ്ട രീതിയിൽ ഒരു നല്ലൊരു ടൈപ്പ് ഒരു ഫേഡഡ് ആയ ഒരു ടോൺ കൊടുക്കാം. നമുക്കൊരു മാറ്റ് ഫിനിഷ് തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഒരു മാറ്റ് ഫിനിഷ് ആയ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം. ലാക്മി ആയതുകൊണ്ട് പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരു മാറ്റ് ഡീറ്റെയിൽ. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ബി ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന മാസ്ക്. അത് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാൻ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമയം വന്നാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി നമുക്കൊരു ഗ്ലോസി മെറ്റീരിയൽ ആയിട്ട് മാറും അല്ലേ. സോ ഇതിലൂടെ ഞാനൊരു ലൈറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്യുവർ ഗ്ലോസി ആയ മെറ്റീരിയൽ ആയിട്ട് മാറും ഈ കാണുന്ന ബി. ഓക്കെ, പക്ഷെ ഞാനിത് ഇതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ കണ്ട കളർ വ്യത്യാസം മാറിയിട്ടുണ്ടോ. സോ അങ്ങനെ ഞാനിത് ഫുള്ളി അങ്ങ് ഒരു ഗ്ലോസി ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് മാറ്റുക. ജസ്റ്റ് ഡയറലി ഒരു ഗ്ലോസി ആയ രീതിയിൽ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ റഫ്നെസ് മാപ്പ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നമ്മുടെ മിക്സ് ഷെയ്ഡർ ഉപയോഗിച്ച് നമ്മുടെ റഫ്നെസ് മാപ്പ് നമ്മൾ ഒന്നിന് എ അല്ലെങ്കിൽ ബി കൊടുത്ത് നമ്മളതങ്ങനെ മിക്സ് ചെയ്തു ഈ ഒരു കളർ അല്ലേ. സോ നമുക്ക് ഇവിടെ തിക്നെസ് ഒന്ന് കൂട്ടണം ചില ഏരിയാസിലല്ലേ. സോ നമ്മളത് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഇച്ചിരി തിക്നെസ് ഒന്ന് പുറത്തോട്ട് ചാടണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടൈപ്പ് വാല്യൂ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കളർ കൊടുക്കണം എന്നൊരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യണമല്ലോ. സോ ഞാൻ ആ ഒരു ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം അത്ര രീതിയിൽ ബമ്പ് ചെയ്ത് വരുത്താൻ വേണ്ടി ഒരു മെത്തേഡിലാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സെയിം തന്നെ ഇവിടെ വരുന്നു, നമ്മുടെ നെക്സ്റ്റ് ഇമേജ് എടുക്കാം. ഇമേജ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം നോക്കാൻ പോവാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് നമ്മുടെ ഈ കൊടുത്തേക്കുന്ന ഡിഫ്യൂസ് മാപ്പിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർത്തു, ഇത് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു മിക്സ് കൂടി ഇതിനോട് ലിങ്ക് ചെയ്തേക്കുന്ന ഒരു മിക്സ് കൂടി എടുത്തിട്ട് നമുക്ക് മെറ്റാലിക് വാല്യൂകൾ കൊടുക്കാം. സോ ഇതിനൊരു മെറ്റാലിക് ഫീൽ കൊടുക്കാം ഈ ഒരു പേരിനെ. സോ ഞാൻ ഇത് രണ്ട് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഡി നെക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോവാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ബേസ് കളർ ഒന്ന് മാറ്റി നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതേ ടോൺ തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ മെറ്റാലിക്കിലും കൂടി ഒന്ന് കൊടുക്കാൻ പോവാം. ഓക്കെ, സോ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് മെറ്റാലിക് കാണാൻ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഫെയ്ഡ് വരുന്നുണ്ട്, ഒരു മെറ്റാലിക് ആയ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന. സോ ഓബിയസ്ലി ഇത് നമ്മൾ സീറോ ആക്കുന്നില്ല, നമ്മളത് മെറ്റാലിക് ഇതിൻ്റെ ആ കളർ ഏതാണോ ആ കളർ തന്നെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഇമേജ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിന് വേണ്ട ഒരു ട്വീക്ക് ഒന്ന് ആഡ് ചെയ്തേക്കാം ഈ ഒരു പോയിന്റിന്. സോ ഇവിടെ ഞാൻ ഒരു ബേസിസിൽ ഒരു കളർ ഇവിടെ ആഡ് ചെയ്തേക്കാം. ഓക്കെ, സോ മെറ്റാലിക് ആയ സ്ഥിതിക്ക് ഞാനിത് ഫുൾ ഓൺ വൈറ്റ് ആക്കാൻ പോവാം. സോ അങ്ങനെയെങ്കിൽ എനിക്ക് മെറ്റാലിക് വാല്യൂ നന്നായിട്ടൊന്ന് ഇതിലോട്ടൊന്ന് അഫക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഈ കാണുന്നതിൻ്റെ മെറ്റാലിക് വാല്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യുവാണ്. ഓക്കെ, മോശത്തെ ബേസിൻ്റെ കംപ്ലീറ്റ് ഓഫായി കളയാം, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ കണ്ടോ നമ്മുടെ ഈ മോഡലിൽ ഒരു മെറ്റാലിക് ആയ ഒരു ടോൺ ആഡ് ആവും. കണ്ടോ, ഒരു ഫീലിംഗ് ഇവിടെ തന്നെ കാണാൻ പറ്റും. സോ ആ ഒരു ടോൺ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഇത് സെറ്റ്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഒരു എന്താ പറയുന്നത് ഒരു കളറാമ്പ് ആഡ് ചെയ്യാം കേട്ടോ. സോ കളറാമ്പ് ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ കളറിൻ്റെ വാല്യൂ കുറേം കൂടി അങ്ങ് പോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് വലിക്കും തോറും കണ്ടോ കളർ കുറേം കൂടി അങ്ങ് ബ്രൈറ്റോട്ട് അങ്ങ് പോവാം. സോ ബ്രൈറ്റ് അങ്ങ് പോയി കഴിയുമ്പോൾ കുറേം കൂടി അങ്ങ് റിഫ്ലക്റ്റീവ് ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റും ഇതിനെ. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഓരോരോ മെത്തേഡ്സ് ആണ് കേട്ടോ. ലൈക്ക് ഓബിയസ്ലി കാണുമ്പോൾ വെച്ചാൽ കൺഫ്യൂഷനൊക്കെ വരും, പക്ഷേ സത്യം പറഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി മാത്രമുള്ള ഒന്നുമില്ല ഇതിനകത്ത്. ജസ്റ്റ് ഒന്ന് ബമ്പ് ചെയ്യണം, മുകളിലേക്കൊന്ന് പൊക്കി കൊണ്ടുവരണം. സോ അത് വരുത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിവിടെ ഒരു ബമ്പിനോട് ആഡ് ചെയ്യണം. നമ്മൾ നോർമൽ ഷോട്ട് ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. സോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ കളറാമ്പിൽ പോവാം. കളറാമ്പല്ല, നമ്മുടെ സ്പേസ് ബാർ ഞെക്കി നമ്മുടെ സെർച്ച് മോഡിലോട്ട് പോകും. എന്നിട്ട് ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു ഇത് ലൈക്ക് നമ്മൾ ഡിസ്പ്ലേസ് മാപ്പ് എടുക്കാം. സോ എനിക്ക് എക്സാക്ട്ലി എൻ്റെ പേര് അറിയത്തില്ല. സോ ഇവിടെ വന്നിട്ട് ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് പോയിട്ട് ഈ ബമ്പ് എടുക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബമ്പ് മാപ്പ്. ഈ ബമ്പ് മാപ്പ് ആയിരിക്കും നമ്മൾ നോർമലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുന്നു, എൻ്റെ ഈ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഹൈറ്റിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ ഹൈറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നല്ലേ. സോ നമ്മുടെ നോർമൽ മാപ്പ് അല്ല. സോ നമുക്ക് ഹൈറ്റിലോട്ട് ഞാൻ നേരെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇത് എടുത്തിട്ട് ഞാൻ എൻ്റെ നോർമലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഓബിയസ്ലി നമ്മളിതിപ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ നമുക്ക് പതുക്കെ സ്ട്രെങ്ത് വാല്യൂ ഒന്ന് കൂട്ടിക്കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ലൈക്ക് നമുക്ക് ചെറുതായിട്ട് കയറിയത് പോലെ. സ്ട്രേറ്റ് ഹൈറ്റിലോട്ട് ഞാൻ കണക്ട് ചെയ്തു, എന്നിട്ട് നോർമൽ ലിങ്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വലിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന പോലെ തോന്നിക്കും. ഓക്കെ, ഓബിയസ്ലി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ സൈക്കിൾസിലൊന്ന് പോയി റെൻഡർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. സോ നമുക്ക് റെൻഡറിലൂടെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഡീറ്റെയിൽ വരുന്നുണ്ട്, പക്ഷെ നല്ല പ്രോമിനൻ്റ് അല്ല. സോ ജസ്റ്റ് നമുക്കൊന്ന് ട്വീക്ക് ചെയ്ത് നോക്കാം എന്താ പ്രശ്നം. അകത്തോട്ട് പുഷ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ പുറത്തോട്ട് ഡിസ്റ്റൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. സോ
ഓക്കെ, ഇപ്പൊ ചെറുതായിട്ടൊന്ന് കയറി വരുന്ന പോലെ തോന്നിക്കുന്നുണ്ടല്ലേ? സോ ഇപ്പൊ സ്ട്രെങ്ത് വാല്യൂ നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടി. സോ ഫിൽട്ടർ വാല്യൂ അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പുള്ള് ചെയ്തു. സോ അങ്ങനെ അപ്പോൾ നമുക്ക് നല്ല ഒരു ചെറിയൊരു ബെൻഡ് ഇങ്ങനെ വന്നേക്കുന്ന ടൈപ്പ് ഒരു ഫീൽ വരുന്നുണ്ട് നമ്മുടെ മോഡലിന്. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മുടെ ഈ പമ്പ് ഡീറ്റെയിലൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഡീറ്റെയിൽ ഡണ്ണാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ മോഡൽ സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റെൻഡർ അടിച്ചാൽ മതി അല്ലേ? സോ പ്രോപ്പറായിട്ട് നമുക്ക് റെൻഡർ അടിക്കാം. സോ അതിൻ്റെ ഞാൻ തിരിച്ചിട്ട് ലേഔട്ട് ടാബിലോട്ട് വരുന്നു. എൻ്റെ മോഡൽ കംപ്ലീറ്റ്ലി റെഡിയാണ് അല്ലേ? എനിക്ക് നോർമൽസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. എൻ്റെ മാറ്റിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന റിഫ്ലക്ഷന് ഇവിടുത്തെ ഒരു പമ്പ് ഡീറ്റെയിൽ കാണാൻ പറ്റും അല്ലേ? സോ ഓവറോൾ നമ്മുടെ ഇതെല്ലാം സെറ്റാണ്. സോ നമുക്കിനിയിപ്പം നേരെ റെൻഡർ ഷോട്ട് അടിച്ചാൽ മതി അല്ലേ? സോ രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ക്യൂബ് നമ്മൾ പറഞ്ഞ മനുഷ്യരുടെ സൈസിൻ്റെ അനുസരിച്ച് നമ്മൾ നോക്കണം ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. സോ ഞാൻ ഇവിടെ വരുന്നു. എൻ്റെ മെഷീനകത്ത് കയറി ഞാൻ ഒരു ക്യൂബ് ആഡ് ചെയ്ത് നോക്കും. സോ അതാണ്ട് ക്യൂബ് ഒരു 2 meters ഹൈറ്റ് ഉണ്ട് ക്യൂബിന് തന്നെ. സോ അപ്പം അതിനേക്കാളും ഹൈറ്റ് ആണ് ഇരുന്നെങ്കിൽ ഓബിയസ്ലി ഇത് കറക്റ്റ് അല്ല. സോ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഇത് ഭയങ്കര വലുതാണ്. ഒരു ഡോറിൻ്റെ സൈസിൽ അത്രയും കാണും അല്ല, അല്ലെങ്കിൽ ചെറുതായി മനുഷ്യൻ്റെ ഹൈറ്റ് അത്രയും കാണും. സോ ഓബിയസ്ലി ഇത് നമ്മൾ ചെറുതാക്കണം. സോ ഇത് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിലൊന്ന് ചെറുതാക്കും ഈ മോഡൽ. സോ ഇതൊരു മനുഷ്യൻ്റെ ചിലപ്പോൾ ഇത്രയും കാണുള്ളൂ, 2 പിക്സലിൻ്റെ അത്രയും കാണുള്ളായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു റേഞ്ച് അനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചാലും മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യൂടെക്സ് നമ്മളിപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് പോലൂടെ കൊണ്ടുവരുന്നതുകൊണ്ട് സോ അങ്ങനെ ഞാൻ എൻ്റെ മോഡൽ ചെറുതാക്കി ഈ ഒരു ഷേപ്പിൽ ഈ ഒരു പൊസിഷനിൽ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നെ വെക്കാൻ പോകാം. ഓക്കെ, നമ്മളുണ്ടാക്കി നമ്മുടെ ലിപ്സ്റ്റിക് കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാൻ വേണ്ട ബേസിക്കലി സെയിം തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽ തുറക്കാം. ഇതിൻ്റെ താഴെ നമ്മുടെ മോഡൽ ഉണ്ടാക്കിയിരുന്നാലേ നമ്മൾ ഓൾറെഡി GLB ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ GLB തന്നെ വേണമെങ്കിൽ ജസ്റ്റ് പുറത്തോട്ട് നിന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഇത് ഇമ്പോർട്ട് GLB ക്ലിക്ക് ചെയ്തു. ഓക്കെ, സോ നമ്മളോട് ചെയ്ത അതേ മെത്തേഡായ നമ്മുടെ ആ മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനിയും എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എനിക്ക് കളയാം ഇതിനകത്ത്. സോ ഞാൻ ഇവിടെ വരുന്നു, എന്നിട്ട് ഈ ഒരു ഫേസ് അങ്ങ് എടുത്ത് കളയുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നതും ഒന്ന് താഴെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ അന്നുണ്ടാക്കി നമ്മുടെ ലാക്മയുടെ ആ സെയിം മോഡൽ എടുക്കുന്നു. ഞാൻ അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ വെക്കാൻ പോകണം. സോ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് ഹൈറാർക്കി ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് മൂവ് ചെയ്ത് ഞാൻ എൻ്റെ പൊസിഷനിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകും. സോ ഞാൻ ചെറുതാക്കി ഈ ഒരു പോയിന്റിൽ ഇങ്ങനൊരു പോയിന്റ് തന്നെ കൊണ്ടുവന്ന് നോക്കാൻ പോകും. ഓക്കെ, അത് മാത്രമല്ല ഈ ബോക്സ് ഓബിയസ്ലി ഒരു സർക്കുലർ ആണ് അല്ലേ? സോ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ എസ് ഞെക്കിയിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് ആക്കാൻ പോവാം. സോ നമുക്ക് നമ്മുടെ മോഡലിൻ്റെ ഡീറ്റെയിലും ആ രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽ സെറ്റാണ്. ഓക്കെ, ഇനിയും നമുക്ക് ജസ്റ്റ് ഒരു റെൻഡർ ഷോട്ട് അടിക്കാം. സോ അതിന് വേണ്ടി ഞാൻ അതേപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു ക്യാമറ അതിൻ്റെ അകത്തോട്ട് വെക്കാൻ പോവാണ്. ക്യാമറ. സോ അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക, നമ്മൾ കളക്ഷൻസിനകത്ത് നമ്മുടെ സാധനങ്ങൾ മാത്രം വെക്കാൻ പാടുള്ളൂ. സോ ഇനി ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ നമ്മുടെ പ്രോഡക്ട്സ് ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ മോഡൽസും മാത്രം നമ്മൾ എടുത്ത് ഇതിനകത്ത് കൊണ്ട് വെക്കാൻ പോകും. ഓക്കെ, സോ സിലിണ്ടർ വേണ്ട, റൈറ്റ് ക്ലിക്ക് സിലിണ്ടർ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് വെക്കാം, എന്നിട്ട് സെലക്ട് ഹൈറാർക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് ഇത് ബോക്സിനകത്ത് കൊണ്ട് നോക്കാം. സോ ഇതിനകത്തല്ല ഇത് വരും. എന്നിട്ട് ഇതൊക്കെ നമ്മുടെ റെഫറൻസ് ആണ്. സോ നമുക്ക് റെഫറൻസ് പേര് കൊടുക്കാം. സോ നമ്മുടെ ഇമേജ് നമ്മൾ ഉണ്ടാക്കിയ ലാക്മയുടെ റെഫറൻസ് ഇമേജ് അല്ലേ, ഇതൊക്കെ ഇതിനകത്ത് വന്ന് കാണും. എന്നിട്ട് നമ്മുടെ ക്യാമറ. ഓക്കെ, സോ നമ്മുടെ ക്യാമറ മനസ്സിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് കറക്റ്റായിട്ട് ഓറിയൻറ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും ഇവിടെ. സോ ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓൾറെഡി കറക്റ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കണേ. സോ നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരാം അല്ലേ? ഇവിടെ 90 അടിക്കാം. എന്നിട്ട് നമുക്ക് പ്യൂർ 90 ഡിഗ്രിയിൽ നമുക്ക് നമ്മുടെ മോഡലിൻ്റെ ക്യാമറ കൊണ്ടുവരാം. ഇത് ഞാൻ ചെയ്യുന്നത് ഞാനിത് ഇങ്ങനെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് ഇവിടെ വെക്കും. എന്നിട്ട് ഞാൻ ഒരു സ്പ്ലിറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ നമ്മുടെ ക്യാമറ ഈ ഒരു ആംഗിലൂടെ വ്യൂ ചെയ്യാം. ഓക്കെ, സോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് എനിക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകണം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രമായതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ക്യാമറ ആംഗിൾ തന്നെ കൊടുക്കാം. സോ ഓബിയസ്ലി ഞാനിപ്പം വെച്ചിരുന്ന പൊസിഷൻ ഞാൻ ഉപയോഗിക്കുന്നില്ല, പകരം ഞാൻ വേറൊരു ആംഗിളിനെ ഒരു നല്ല രീതിയിൽ ഒരു ഷോട്ട് എടുക്കുന്ന രീതിയിൽ ഞാൻ എടുക്കാൻ പോകും. സോ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇതുപോലത്തെ ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതും തന്നെ നമ്മൾ അന്ന് ചെയ്തപോലെ തന്നെ നമുക്ക് ഇതിനൊരു ചെറിയൊരു ഇത് കൊടുക്കാം. ലൈക്ക്
ഒരു നൺ വാല്യൂ കൊടുക്കാം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിതിനൊരു empty കൊടുക്കാൻ പോവാണ്. പ്ലെയിൻ ആക്സസ് പോലെ നമ്മൾ അന്ന് ചെയ്തത് പോലെ തന്നെ ഈ പ്ലെയിൻ ആക്സസ് ഞാൻ എൻ്റെ ബോക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ആദ്യമേ ഞാൻ എൻ്റെ ഒരു ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഈ വാല്യൂ പോയിട്ട് ഈ കൊടുത്തേക്കുന്ന സെഡും വൈ ആക്സസിലെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് 0 ആക്കി അടി കൊണ്ടുവന്ന് വെക്കാൻ പോകും. ഓക്കെ, സോ അങ്ങനെ ഇതെൻ്റെ ഒറിജിനൽ ആക്സസിൽ തന്നെ വന്നിങ്ങനെ ലോക്ക് ആയിരിക്കാൻ വേണ്ടി. ഓക്കെ, മറ്റേ ചെയ്ത പോലെ. എന്നിട്ട് ഞാൻ എൻ്റെ empty സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സോറി എൻ്റെ ബോക്സ് സെലക്ട് ചെയ്യുന്നു. ലാസ്റ്റ് എംറ്റിൻ്റെ സെറ്റ് ചെയ്തിട്ട് കൺട്രോൾ P ഞെക്കി ഞാൻ സെലക്ട് ഓബ്ജക്റ്റ് കൊടുത്ത് മറ്റേ empty കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക് ബോക്സ് സെലക്ട് ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ലിപ്സ്റ്റിക് ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പേര് കൺട്രോൾ പേര് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി അതുപോലെ തന്നെ സോ ഇവിടെ ലിപ്സ്റ്റിക് ബോക്സ് മാറ്റി ലിപ്സ്റ്റിക് ബോക്സ് കൊടുക്കും. ഓക്കെ, മനസ്സിൽ കൺട്രോൾ സെലക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ലിപ്സ്റ്റിക് ബോക്സ് എന്നുള്ള കൺട്രോളിനും കൂടി ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. ഓക്കെ, ഒബ്ജക്ട്സിനോട് തന്നെ. സോ ഞാനിപ്പോൾ ചെയ്ത രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒരു 2 ഷോട്ട് അടിക്കാം. ഓക്കെ, സോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. സെലക്ട് ഇതും സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ഞെക്കുക, സെലക്ട് ഹൈറാർക്കി സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ഞെക്കി ഹൈഡ് ചെയ്യാം തൽക്കാലത്തേക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ബോക്സിന് ആദ്യം നമുക്ക് നല്ലൊരു ഹൈലൈറ്റ് കൊടുത്ത് റെൻഡർ പഠിക്കാം. സോ അതിന് വേണ്ടി ഞാൻ റെൻഡറിനകത്ത് പോകുന്നു, GP കമ്പ്യൂട്ട് ചെയ്യുന്നു, സെയിം തന്നെ വന്നിട്ട് 2048 ആക്കുന്നു. ഇവിടുത്തെ സാമ്പിൾ വാല്യൂ അത് കഴിഞ്ഞ് ഡീനോയ്സ് വന്നിട്ട് യൂസ് GP ഓൺ ആക്കുക. പിന്നെ പെർഫോമൻസസിനകത്ത് വരുന്നു, പെർസിസ്റ്റന്റ് ഡേറ്റ കൊടുക്കുന്നു. എന്നിട്ട് കളർ മാനേജ്മെൻറ്റിനകത്ത് പോയിട്ട് HXനോട് നമ്മൾ പഞ്ച് ചെയ്യാക്കും. ഓക്കെ, സോ കുറേ കൂടി കളർ കുറേ കൂടി സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നിട്ട് നമ്മുടെ റെൻഡർ റീജിയൻ ഓഫ് ആക്കുക. സോ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്വിയസ്ലി പഴയപോലെ തന്നെ ഇമേജ് ഫുൾ നമ്മൾ 0 ഡാർക്ക് ആക്കാൻ പോവാണ്. ഇത് നമ്മൾ ഇമേജ് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാം ഹൈഡ് ഇമേജ് ഈ രീതിയിൽ നമ്മൾ നമ്മുടെ റെഫറൻസ് ഇമേജും റെൻഡർ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് സോ ഞാൻ എൻ്റെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് നമ്മൾ അന്ന് ഇതുപോലെ തന്നെ ഒരു പോയിന്റ് ലൈറ്റ് കൊടുക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് ഒന്ന് വലിച്ച് സെറ്റ് ചെയ്യാം. കുഴപ്പമില്ല, ബട്ട് നമുക്ക് കുറച്ചുകൂടി ചേഞ്ചസ് വരുത്തേണ്ടി വരും. സോ ഈ ലൈറ്റൊക്കെ കൊടുക്കാം. നമുക്ക് എന്തൊരു ഷിഫ്റ്റ് ചെയ്ത് ഇൻക്ലൂഡ് എടുത്തിട്ട് സോ എൻ്റെ ഫോളോ അപ്പ് ഒന്ന് ചെറുതാക്കി, കാരണം എനിക്ക് നല്ലൊരു ഷാർപ്പ് എഡ്ജ് ഇവിടെ കിട്ടുന്നു. അപ്പോൾ നല്ലൊരു ഫോളോ അപ്പിൻ്റെ ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ലൈറ്റിങ് ഇങ്ങനെ ഞാൻ കൊടുത്തു തരാൻ വേണ്ടി. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേഡ് ഫീൽ വരാനാണ്. സോ എന്നിട്ട് ഇതിൻ്റെ ഗ്രൂപ്പ് എടുത്തിട്ട് സെയിം തന്നെ ഞാൻ മുകളിലോട്ടും ഇതുപോലെ ഒന്ന് കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ ഒരു ഫീൽ കിട്ടാനാണ് ഷിഫ്റ്റ് ചെയ്ത് നോക്കി അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സെയിം തന്നെ ബാക്കിലും കൂടി ആഡ് ചെയ്യണം ഈ ഒരു സൈഡിൽ. സോ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഇവിടെ നിന്ന് സോ ഇതൊരു നല്ലൊരു ഫെയ്ഡാണ്. സോ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. കളയാം. ഓക്കെ, സോ ഇതൊരു നല്ലൊരു ഫെയ്ഡാണ്. സോ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇമേജ് യൂസ് ചെയ്യുക ഈ ഒരു സ്റ്റൈൽ കിട്ടാൻ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു മോഡലുണ്ടല്ലോ, സോ നമ്മൾ കൊടുത്തേക്കുന്ന ഈ ലൈറ്റ് വെച്ച് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചേഞ്ച് വരുത്തി നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഫീല് കൊണ്ടുവരാൻ പറ്റുന്ന കൊണ്ടുവരാം. ഓക്കെ, സോ ഒബ്വിയസ്ലി നമ്മുടെ ഇമേജ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഒരു
പ്ലെയിൻ എടുക്കാം, റൈറ്റ് ഷിഫ്റ്റ് നോക്കി നമ്മൾ അന്ന് ഇതുപോലെ തന്നെ 90 ഡിഗ്രി അടിച്ച് ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്യാം. ഓക്കെ, സോ ഇമേജിനെ നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു സൈഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന് സെയിം തന്നെ നമുക്ക് ഒരു പിങ്കിഷ് ടോൺ പോലത്തെ ഒരു കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു തീമിനെ ഫോളോ ചെയ്ത് ചെയ്യാനാണെങ്കിൽ ആ ഒരു തീമിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ടോൺ കൊടുക്കാം. ഓക്കെ, സോ ഓക്കെ, സോ ഇത് നമ്മുടെ സെറ്റായി. ഇനി നമുക്ക് ജസ്റ്റ് വേറെ അഡീഷണൽ ലൈനിൽ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഓബിയസ്ലി ഒരു മാറ്റ് കളറാണ്. സോ ഓവർലി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരുപാട് ലൈറ്റ് ആഡ് ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന എഫക്റ്റ് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. സോ ഞാൻ ഓവർലി ഇതിൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല ഈ ഷെയ്ഡിങ് ലൈറ്റ്. സോ yeah, so സോ ഇങ്ങനെ ഒരു ലൈറ്റ് റെൻഡർ അടിക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ട രീതിയിൽ നിൽക്കുകയാണെങ്കിൽ HXനകത്ത് പോയിട്ട് വേറെ അഡീഷണൽ ചേഞ്ചസ് ഈ കളറിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ലൈക്ക് എക്സ്പോഷർ വാല്യൂ, ഗാമ വാല്യൂ എനിക്ക് ഒരു കുറച്ചുകൂടി ഒന്ന് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിങ്ങനെ ട്വീക്ക് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ എനിക്ക് ഡിസൈന് ഇതുപോലെ തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാം. ഓബിയസ്ലി നമ്മൾ ഫ്രണ്ടിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കൊടുക്കേണ്ട ഒരു വൈബ് തന്നിട്ടില്ല. സോ ഇപ്പം കൊണ്ട് നമുക്ക് ആ ഒരു വൈബ് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ ജസ്റ്റ് ചെറുതൊക്കെ മുന്നോട്ടേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണോ ഫേഡ് കൊടുക്കേണ്ടത് ആ ഒരു ഫേഡ് ഇവിടെ നിന്ന് അച്ചീവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, സോ എനിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാം. സോ ഇതൊരു നല്ലൊരു ഫേഡിൻ പോലത്തെ ഒരു ലൈറ്റാണ്. സോ എനിക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്ലീൻ ആയ ഒരു റെൻഡർ ഷോട്ട് നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കാം. സോ ഇത് മാത്രമല്ല, ലൈക്ക് നമുക്ക് നിങ്ങളുടെ ഇമേജ് കുറച്ചും കൂടി ബാക്കിലോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ചുറ്റോട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്സ് അപ്പുറത്തായിട്ട് ലൂസായിട്ട് അവിടെ ലൂസ് ഇങ്ങനെ പോലെ കിടക്കണ പോലെ നമുക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ സെയിം തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽ അൺലോക്ക് ചെയ്യാൻ പോവാണ്. സോ ഒബിയസ്ലി ഇതിൻ്റെ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഹൈറാർക്കി കൊടുക്കുന്നു. സോ ഓൾട്ട് എച്ച് മേക്കിങ് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാൻ തിരിച്ച് ഓൾട്ട് എച്ച് മേക്കിങ് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു മെഷീൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇത് വെച്ചോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ നടത്താം. ഓക്കെ, സോ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ഇതിന് റീസൺ ഉണ്ട്. സോ പലർക്കും ഡിസ്റ്റോർട്ടൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, ക്യാമറ ഡിസ്റ്റോർഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് ഡിസ്റ്റോർഷൻ അല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. സോ അതിനൊക്കെ വേണ്ടി നമ്മളിത് ഉപകാരപ്പെടും, ഈ ഒരു ടൈപ്പ് മെത്തേഡ്. സോ ആ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നത്. സോ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ എൻ്റെ മോഡൽ ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടില്ലേ, പക്ഷേ എല്ലായിടത്തോട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ഫോക്കസ് വരിക. സോ നമുക്ക് നമ്മുടെ ക്യാമറയോട് പറയാം എൻ്റെ ഇപ്പോൾ ഒരു സ്പെസിഫിക് രീതിയിൽ മാത്രം എൻ്റെ ഡിസ്റ്റോർഷൻ ഉണ്ടായാൽ മതി എന്ന്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുന്നു, ക്യാമറയിൽ പോയിട്ട് എനിക്ക് എൻ്റെ ക്യാമറയിനകത്ത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നൊരു സംഭവമുണ്ട്, കണ്ടോ. ഞാൻ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് അങ്ങ് ഓണാക്കും. അപ്പോൾ നമുക്ക് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി ഫോക്കസിലോട്ട് നോക്കി. സോ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാനിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതെനിക്കിങ്ങനെ ചൂസ് ചെയ്ത് എനിക്ക് ഏതിലാണ് എനിക്ക് ആ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് ആ ഒരു ഏരിയയിൽ മാത്രം എനിക്ക് വേണമെങ്കിൽ ആ ഫോക്കസ് കൊടുക്കാം. ഓക്കെ, സോ ഇത് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഷിഫ്റ്റ് നോക്കിയിട്ട് ഞാനൊരു MT കൊടുക്കാൻ പോവാം. ഓക്കെ, ഇതിൽ സോ ഞാൻ ഈ MT എവിടെ കൊണ്ട് നോക്കുന്നോ അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഞാൻ ഒരു ചെറിയൊരു MT ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്യാം. സോ MTന് പകരം ഞാനത് പ്ലെയിൻ ആക്സസ് ഉണ്ടാക്കാൻ പോവാം. എന്നിട്ട് ഇതിന് ഞാൻ പറയും DOF എന്നാൽ ഡെപ്ത് ഓഫ് ഫീൽഡിന് വേണ്ടി ഞാൻ പറഞ്ഞാൽ. ഓക്കെ, സോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ പോകും. എന്നിട്ട് ഞാൻ പറയും ഡെപ്ത് ഓഫ് ഫീൽഡിന് വേണ്ടി DOF എന്ന് പറയുന്ന സാധനം എവിടെയാണോ അതിൻ്റെ ബേസിസിൽ നമുക്ക് പോയാൽ മതി എന്ന് പറയുക. ഓക്കെ, സോ എൻ്റെ DOF ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ DOF ഞാൻ എവിടെ മൂവ് ചെയ്യുന്നു അവിടെ ആയിരിക്കും ഇത് പോകുന്നതല്ലേ. സോ ഞാനൊരു DOF എടുക്കുന്നു, ചെറുതാക്കി ഞാൻ എൻ്റെ ഈ ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നോക്കാൻ പോകും.
സോ വൺ ലാസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ക്യാമറ ഒന്നുകൂടെ ഒന്ന് ഓക്കെ. സോ ഇതായിരിക്കും നമ്മുടെ റെൻഡർ ഷോട്ട്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തോളൂ. സോ റഫ്നെസ് വാല്യൂ ഇതാക്കി മറ്റൽനെസ് വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ് കൊണ്ടുവരാം നമ്മുടെ മോഡലിന് നമ്മൾ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് പിന്നെ കളർ ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാം. ഓക്കെ, കളർ ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കളറിൻ്റെ വാല്യൂ കൂട്ടണോ കുറയ്ക്കണോ ഏത് രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതി ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് മെറ്റാലിക് വാല്യൂ ഞാൻ കൂട്ടുക. സോ ഈ രീതിയിൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇത് ബേസിക്കലി നമ്മളിവിടെ പലരെയും കാണും. ലൈക്ക് മോഡൽ ഉണ്ടാക്കുമ്പം കുറച്ച് ലീവ്സും ട്രീസും സ്റ്റോൺസിനൊക്കെ പോലെ വെക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ക്യാമറ ചെയ്ത പോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ആക്കിയാൽ മതി. സോ എന്നിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ആക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് വേണ്ട ഒരു കൺട്രോളർ യൂസ് ചെയ്യുക. എന്നിട്ട് ആ കൺട്രോൾ എവിടെ മൂവ് ചെയ്യുന്നു അതനുസരിച്ച് ഡെപ്ത് ഓഫ് ഫീൽഡ് മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോഴ്സിൻ്റെ. സോ നമുക്കപ്പം ഓക്കെ ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്തെടുക്കാം. സോ റെൻഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കോയിൽ വാല്യൂയിൽ വരാം. കൊടുക്കേണ്ട വാല്യൂ എത്രയാണോ അത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വരുന്നു ഈ ഒരു പോയിന്റ് വാല്യൂ ഞാൻ അക്കൗണ്ട് ഒരു 300 അല്ലെങ്കിൽ 400 റേഞ്ചിൽ കൊടുക്കാം. ഓക്കെ, സോ ഇപ്പം ഇതൊരു 6K റെൻഡർ ആയിട്ട് തന്നെ കൺവേർട്ട് ആവും. അല്ലെങ്കിൽ 6K റെൻഡറിൻ്റെ ആ ഒരു ബേസിസ് ആ ഒരു രീതിയിൽ അത് കൺവേർട്ട് ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ ബേസിക്കലി ഇതിനെയാണ് റെൻഡർ അടിക്കാൻ പോവാം. ഓക്കെ, സോ അടുത്തുള്ള റെൻഡർ ചെയ്തെന്ന് പറഞ്ഞാൽ എപ്പോഴൊന്ന് ഫയലൊന്ന് സേവ് ചെയ്ത് തരും. ക്രാഷ് ആയിപ്പോയെങ്കിലും സോ നിങ്ങൾ ഫയൽ സേവ് ചെയ്യുക, റെൻഡർ ഇമേജ് അടിക്കാം. ഓക്കെ, സോ നമ്മുടെ റെൻഡർ കംപ്ലീറ്റ് ആയി. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ റെൻഡർ കാണുന്നത്. റൈറ്റ്, ഓവറോൾ നല്ല രസമുണ്ട്. പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പോയി എന്നിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഓക്കെ, സോ കറന്റ് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ട് നമ്മുടെ ഇതിൻ്റെ റെൻഡർ ഇടാൻ പോകും. ഓക്കെ, സോ ഇത് റെൻഡർ ഇമേജ് ആയിട്ട് വെച്ചിട്ട് 16 ബിറ്റ് റെൻഡർ എടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ ഇത് വൺസ് കംപ്ലീറ്റ് ആയെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. അതായിരിക്കും നമ്മുടെ ഈ മോഡലിൻ്റെ ഒരു വയർഫ്രെയിം ഉണ്ടല്ലോ. റൈറ്റ്, സോ വയർഫ്രെയിം എടുക്കാൻ വേണ്ടി സെയിം തന്നെ സോളിഡ് മോഡിലോട്ട് പോവാം. ഇവിടെ വരുന്നു ഫ്ലാറ്റ് കളർ ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ഓബ്ജക്റ്റിലോട്ട് മാറ്റണം. അതുപോലെ വയർഫ്രെയിം നമുക്ക് തീം ആക്കാം. എന്നിട്ട് മെറ്റീരിയൽ നമുക്ക് ഓബ്ജക്റ്റ് ആക്കാം. സോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഷാഡോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഡോസ് കൊടുക്കും. സോ നമുക്ക് ഇതുപോലത്തെ ഒരു ഷാഡോ ആയിട്ട് കിട്ടും. ഞാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ പോയി ക്യാവിറ്റി മാപ്പ് ഓൺ ആക്കും. സോ ക്യാവിറ്റി മാപ്പ് മാറ്റി ഞാൻ ബോത്ത് ആക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ എൻ്റെ മോഡലിലോട്ട് വരിക. നമ്മുടെ ഓവർലിലോട്ട്. എന്നിട്ട് ഞാൻ ഇത് രണ്ടും ഓഫ് ആക്കുന്നു, ഫ്ലോർ ഓഫ് ആക്കുന്നു. 3D കഴ്സർ വേണ്ട, അനോട്ടേഷൻസ് ഒക്കെ കുറിച്ചിരുന്നോട്ടെ. എന്നിട്ട് പിന്നെ നമ്മുടെ എക്സ്ട്രാസ് ഓഫ് ആക്കും. സോ വേറെ എന്തെങ്കിലും ഇവിടെ വേറൊന്നുമില്ല. സോ വൺസ് അത് കഴിയുമ്പോൾ നമ്മുടെ വയർഫ്രെയിം മോഡ് ഒന്ന് ഓണാക്കാം. ഓക്കെ, സോ ഒബിയസ്ലി വയർഫ്രെയിം മോഡ് ഓണാക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കുന്നു. അത് വേറൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ പോളിഗൺ കൗണ്ടിൻ്റെ വാല്യൂ ഭയങ്കര ഹൈ ആണല്ലോ. സോ അതുകൊണ്ടാണ്. സോ നമ്മുടെ മോഡലിൻ്റെ ഈ ഒരു വയർഫ്രെയിം മോഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അവരെ കാണിക്കാൻ വേണ്ടിയിലേക്ക് നമ്മുടെ മോഡൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് നോക്കി വയർഫ്രെയിം മോഡലെ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്ചർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൊടുക്കാം കേട്ടോ. മോഡൽ ടെക്സ്ചർ തന്നെ ഇങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ടെക്സ്ചർ കൊടുത്ത് നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ കളറിൻ്റെ ടോണോ റാൻഡം കളേഴ്സ് കൊടുക്കാം. സോ അവർക്ക് ഒരു ഐഡിയ കിട്ടും ലൈക്ക് ഇതെങ്ങനെ നിങ്ങൾ മോഡൽ ചെയ്തേനെ. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ അവർക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ നിങ്ങൾ ഒബ്ജക്ട്സ് ചെയ്ത് ഈ ബോക്സ് ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ധാരണ ഉണ്ടാവും. ഓക്കെ, സോ മനസ്സിലായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെൻഡർ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വ്യൂവിലോട്ട് പോവാം. എന്നിട്ട് റെൻഡർ വ്യൂപോർട്ട് റെൻഡർ അടിക്കുക. അപ്പോൾ വ്യൂപോർട്ട് അടിക്കാൻ നമുക്ക് നമ്മുടെ മെഷ് ഈ ഒരു രീതി കിട്ടും. ഓബിയസ്ലി ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. സോ അത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡൽ ഇവിടെ വന്നിട്ട് ഇത് സേവ് ചെയ്യുന്നു, സേവ് ആസ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ റെൻഡറിൻ്റെ വയർഫ്രെയിം ആയിട്ട് കൊടുക്കും. വയർഫ്രെയിം ഞാൻ കൊടുത്തിട്ട് 16 ബിറ്റ് ആക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ വൺസ് നമ്മുടെ ഈ ഒരു സെഷൻ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ രണ്ടിൻ്റെ ആവശ്യമില്ല. സോ നമ്മളിപ്പോൾ ഓണാക്കിയ എല്ലാ ഓപ്ഷൻസ് നമുക്ക് തിരിച്ച് പഴയ പോലെ തന്നെ കൊണ്ടുവരാം. സോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ വ്യൂയിലോട്ട് പോകാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓഫാക്കി വന്ന ഓവർലൈനുള്ള എല്ലാം നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. ആക്സസ് അതേപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാസ്
പിന്നെ 3D കഴ്സർ, വേറെ ഒന്നും, പിന്നെ വൈറ്റ് ഫ്ലെയിം പറഞ്ഞ് നമുക്ക് ഓഫ് ആക്കാം. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ക്ലട്ടേഴ്സിനൊന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ബോക്സ് മാത്രം മതി. സോ ബോക്സിനെ മാത്രം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ അതും അതിന് മുന്നിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ഷോട്ട് ചെയ്യാം. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനകത്തുള്ള എല്ലാം ഞാൻ തൽക്കാലത്തേക്കൊന്ന് ഒരുക്കളയാണ് ബോക്സ് ഒഴിച്ച്. സോ ഇവിടെ പല ബോക്സുകളൊന്നും സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. റൈറ്റിൽ നിൽക്കുന്നു, സെലക്ട് ഹൈറാർക്കി കൊടുക്കുന്നു, എന്നിട്ട് അതിനെ എക്സിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. സോ സെയിം തന്നെ ആയിരിക്കും ബാക്കിയുള്ളതിൽ നമ്മൾ ചെയ്യാൻ പോകണേ. സോ ഒബ്വിയസ്ലി ഒരുപാട് ലിപ്സ്റ്റിക് കൺട്രോളർ ഇഷ്ടംപോലെ ഉണ്ട്. സോ അതൊന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഓപ്പൺ സോ ഇത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴോട്ടേക്കുള്ള എല്ലാം നമുക്ക് അങ്ങ് ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനുള്ള റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നത് സെലക്ട് ഹൈറാർക്കി, റൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഹൈറാർക്കി ചെയ്താലും മതി. ഓക്കെ, സോ ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ മെഷേഴ്സ് തിരിച്ച് കൊണ്ടുവരേണ്ട പോയിന്റിലോട്ട്. സോ ഞാൻ ഇവിടെ വരുന്നു, എന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ 0 അടിക്കും. സോ ഇതിൻ്റെ 0 പോയിന്റ് വന്ന് നടക്കും. ഇന്നിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനിത് 0 അടിക്കും. സോ അങ്ങനെ ഇതിൻ്റെ കറക്റ്റ് പോയിന്റിലോട്ട് നമ്മളിന്ന് കൊണ്ടുവന്ന് എത്തിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇതിന് ജസ്റ്റ് മൂവ് ചെയ്ത് സൈഡിലോട്ട് വെക്കാൻ പോവാം. കാരണം നമ്മുടെ മോഡലിൻ്റെ എക്സാക്ട് പൊസിഷനിൽ തന്നെ ആവണമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് സെയിം ആയിരിക്കും ഇതിൽ ഞാൻ ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് വെക്കുന്നു, എന്നിട്ട് സെലക്ട് ഹൈറാർക്കി കൊടുക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെഷർ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ കൊടുത്ത ഡബിൾ ഒഴിച്ച് ബാക്കിയുള്ള വാല്യൂം സെലക്ട് ചെയ്ത് 0 ആക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കിടക്കുന്ന വാല്യൂ ഞാൻ നേരെ സെൻറ്റർ ആക്കിയിട്ട് ഈ സൈഡിൽ കൊണ്ടുവന്നെങ്കിലും ഞാൻ വെക്കും. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് മോഡൽ. ഇതാണെന്ന് നടത്തില്ല, ഇതാണെന്ന് തോന്നുന്നത് എക്സാക്ട് സൈസ്. ബാക്കിയുള്ള നമ്മൾ അതിൻ്റെ ഒരു ബേസിസ് സ്റ്റേജസ് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. സോ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ സ്കെയിൽ ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ സമയം ഈ റേഞ്ച് വേണ്ട. സോ ഞാൻ ഈ ഒരു കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇതിൻ്റെ പൊസിഷനിലായിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ വെക്കാം, ഈ ഒരു പോയിന്റ് ഇങ്ങനെ വെക്കാൻ പോവാം. അതുപോലെ തന്നെ മുന്നിൽ വെച്ചേക്കുന്ന ഇതിനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനെ സൈസും സിസ്റ്റം ഒരു ബേസിക് നോക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ചെറുതായിട്ടൊന്ന് മുന്നോട്ടൊന്ന് കയറ്റി വെക്കും. ഓക്കെ, എന്നിട്ട് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ എടുത്ത് താറയിലോട്ടെ മറ്റുള്ള വെക്കാം അങ്ങേ സൈഡിലായിട്ട്. ബിക്കോസ് ഇതിന് ഒരു ഫ്ലോർ ഇല്ലാണ്ട് പോയി. സോ ഇതിനെ ഞാൻ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് മാച്ച് ചെയ്ത് വെക്കുന്ന രീതിയിലേ അതേ നോക്കാക്കട്ടെ. സോ സെയിം ഇവിടെ വരുന്നു, വെർട്ടെക്സ് മോഡിൽ പോകുന്നു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷനിൻ്റെ ആ റേഞ്ചിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ വെക്കും. എന്നിട്ട് ഈ പാക്ക് ഇരിക്കുന്നതെല്ലാം ഞാൻ കളയുക തൽക്കാലത്തേക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, സോ നമുക്ക് ആ ഫയൽ ഒന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം അഡ്വാൻറ്റഡ് ആയ എല്ലാം നമുക്ക് എടുക്കാം. ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇനിയിപ്പം. സോ എല്ലാം ഞാൻ കളയുക, റെഫറൻസും ഡെപ്ത് ഓഫ് ഫീൽഡ് എല്ലാം കളഞ്ഞ് ജസ്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഓപ്ഷൻസ് ഇത് മാത്രം വെക്കുന്നുള്ളൂ. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നു, ഒരു മെഷർ എടുത്തൊരു പ്ലെയിൻ എടുക്കുന്നു, ആ പ്ലെയിനെ ചെറുതാക്കി പഴയപോലെ നിന്നകത്ത് കയറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് ടാബ് എല്ലാം നോക്കി സെഡ് ആക്സസിൽ ഒന്ന് പുൾ ചെയ്ത് വെക്കും. എന്നിട്ട് ഓക്കെ പ്രോപ്പർട്ടൊന്നുമില്ല. സോ എക്സ്ട്രൂഡ് സെഡ് ആക്സസ് എന്നിട്ട് താഴത്തേക്ക് ഒന്ന് വലിക്കുന്നു. എന്നിട്ട് പിന്നെ ഈ കോർണേഴ്സ് ഒക്കെ എനിക്ക് വേണ്ട രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക, ഒന്ന് വരയ്ക്കുക. കൺട്രോൾ ബി കൊടുക്കുന്നു, ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ലൂപ്പ് കൊടുത്ത് ഇങ്ങനൊരു ഷേപ്പ്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഇവിടെ പോയി ജനറേറ്റ് പോയി സബ്ഡിവിഷൻ സർഫസ് ആഡ് ചെയ്യുക എൻ്റെ മോഡലിലേക്ക്. ഓക്കെ, വൺ സബ്ഡിവിഷൻ സർഫസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ സെറ്റാണ്. റൈറ്റ് ക്ലിക്കിനൊക്കെ ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഇതിന് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആഡ് ചെയ്യാം. സോ ഡാർക്ക് ടോണോ ഏതെങ്കിലും ടോൺ എടുത്തോ, എന്നിട്ട് മെറ്റാലിക് വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ, റഫ്നെസ് വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂട്ടാം. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിൽ ഞാനൊരു 2 ഷോട്ട് എടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ മോഡലിൽ ചെയ്ത് റെൻഡർ അടിക്കാം. ഓക്കെ, ലൈറ്റായിട്ട് ഇരിക്കുന്ന കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഒരു ഹോൾ ബോക്സിൻ്റെ 2 ഷോട്ട് നമുക്ക് എടുക്കാം. 2 ഷോട്ടല്ല, സോറി, നമ്മുടെ 3D മോഡൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഒബ്വിയസ്ലി നമ്മുടെ മോഡലെല്ലാം സെലക്ട് ചെയ്യാവുന്ന ആയം തൊട്ട് എല്ലാം എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ കൂടി ഫയൽ നോക്കി സേവ് ആസ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഒരു ബ്ലഡ് ഫയലായിട്ട് സേവ് ചെയ്യണം. ഓക്കെ, സോ ലിപ്സ്റ്റിക് പാക്കേജിങ് ബോക്സ് റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട്
GLB സെറ്റപ്പ് എന്ന് കൊടുത്തോ. നമ്മൾ GLBക്ക് വേണ്ടി ചെയ്യുന്ന സെറ്റപ്പ് അല്ലേ. സോ ഇങ്ങനെ വന്ന് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തു. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ GLB സെറ്റപ്പ് ചെയ്ത് ഡൺ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം. സോ നമ്മളൊരു ഷെയ്ഡ് റൈറ്റർ കൊടുത്ത് നോക്കാം, കാരണം നമുക്ക് കുറച്ച് ചേഞ്ചസ് ഇനി ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. സോ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഷെയ്ഡ് റൈറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ആണ്. സോ സ്ക്രോൾ വീൽ ചെയ്യും, മൗസ് ഇവിടെ കൊണ്ട് ഹവർ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക, ഷെയ്ഡ് റൈറ്ററിനകത്ത് ഒന്ന് പോവുക. എന്നിട്ട് നമുക്ക് എല്ലാം റെൻഡേഴ്സ് ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ഓബിയസ്ലി ഇതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു മെഷീനിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെന്നൊക്കെ വരും. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തൊന്ന് വിടാം. സോ നമുക്ക് രണ്ടാമത് ഇതിൻ്റെ പുറത്ത് നിൽക്കണ്ടല്ലോ. സോ നമുക്കെല്ലാം ജസ്റ്റ് നോക്കാം, എന്തെങ്കിലും ഷെയ്ഡർ എന്നൊരു പേരുള്ള എന്തെങ്കിലും ഉണ്ടോ. നമുക്ക് ഓൾറെഡി ഉണ്ട് ഒരു ഹൈലൈറ്റ് മാപ്പ്. നമുക്ക് ഓൾറെഡി നമ്മുടെ റാമ്പ് വന്നിട്ടുണ്ട്, കളർ റാമ്പ് വന്നിട്ടുണ്ട്. സോ ഈ കളർ റാമ്പിന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളർ റാമ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. മിക്സ് ഷെയ്ഡർ അതിൻ്റെ മിക്സ് കളർ ആണെങ്കിൽ കുഴപ്പമില്ല. മിക്സ് ഷെയ്ഡർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് വീണ്ടും അന്ന് ഇതേപോലെ ബേക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് നോക്കാം ബേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടോ. ഓവറോൾ ഇപ്പം കണ്ടിട്ട് ബേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല, പക്ഷേ എങ്ങാനും നിങ്ങൾ കളർ റാമ്പ് പോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മോഡലിനകത്ത്. അങ്ങനെ നിങ്ങൾ ബേക്ക് ചെയ്തേ പറ്റും. ഓക്കെ, സോ ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിങ്ങിനെ ചെയ്യണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ ലിപ്സ്റ്റിക് ഉണ്ടാക്കിയ വീഡിയോയിലൊന്ന് പോയി നോക്കാം. അതിലെ റെൻഡറിങ് അതിൽ നമ്മൾ ഫൈൻഡായിട്ട് നമ്മൾ GLB എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളത് എങ്ങനെയാണ് ചെയ്തത്. സോ ഇവിടെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ മോഡൽ കണ്ടിട്ട് പ്രശ്നമില്ലെന്നാ തോന്നുന്നത്. സോ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യും ഞാൻ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മോഡലിനകത്ത് ഫയലിൽ പോവുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ആസ് GLB കൊടുക്കാൻ പോവാണ്. GLB കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ആനിമേഷൻ അങ്ങ് ഓഫ് ആക്കും. ഇൻക്ലൂഡിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഷേപ്പ് കേസും സ്കിന്നിങ് ഓൺ ഓഫ് ആക്കിയതും വലിയ വിഷയം പ്രശ്നമൊന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ പാക്കേജിങ് ബോക്സ് നമ്മൾ പേര് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, നമ്മുടെ സേവ് ഓപ്ഷൻ സേവിങ് എവിടെയാണ് നമ്മൾ ഏത് ഫോൾഡറിലാണ് നമ്മൾ വെച്ചേക്കുന്നത്, ഏത് ഫോൾഡറിനകത്ത് നമ്മൾ വെച്ചേക്കുന്നത് അവിടെ കൂടെ നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അതിനകത്ത് വന്നോ ഇല്ലയോ എന്ന്. സോ ഡെസ്ക്ടോപ്പിനകത്ത് പോവാം, GLB ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം ലക്കിലി നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ മോഡലിൽ. സോ കണ്ടിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ മോഡൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചിലപ്പം ഞാൻ അബദ്ധത്തിൽ മെറ്റീരിയൽ ഡീൽ ചെയ്യുന്ന സമയത്തെ ഇതിൻ്റെ ഒരു സെഷൻ എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പെട്ടെന്ന് റീവിസിറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ജസ്റ്റ് അതുകൊണ്ടാണ് ഒരു കൺട്രോളിൻ്റെ ഒരു ബാക്കപ്പ് വെക്കാൻ പറയുന്നത്. നന്നായി നമ്മളൊരു ബാക്കപ്പ് വെച്ചത് അല്ലെങ്കിൽ പണി കിട്ടിയത്. സോ ഇവിടെ ഞാൻ വെണ്ടടിച്ചു, ഇമേജും കിട്ടി. ഇവിടെ ഈ പറയുന്ന ആ ഒരു ഗ്ലോസിനെസ് കാണുന്നില്ല, കാരണം നമ്മൾ ഓഫീസിൽ നിന്ന് വെണ്ടടിച്ചു. സോ നമുക്ക് അറിയാം ഇതിനകത്ത് ഈ ഗ്ലോസി ഫീലൊന്നും ഇല്ലായിരുന്നു നമ്മുടെ മോഡലിനകത്ത്. പമ്പ് ഡീറ്റെയിലും കുഴപ്പമില്ലാണ്ട് ഒരു പ്രശ്നമില്ലാണ്ടാണ് ഇരിക്കുന്നത്. സോ ഓക്കെ, നമുക്കിനിയിപ്പോൾ അങ്ങനെയുള്ള വന്ന സ്ഥിതിക്ക് നമുക്കതൊന്ന് ഫിക്സ് ചെയ്തേക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതുമില്ല നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, എന്താണെങ്കിലും പ്രശ്നം വന്നു. സോ ബേക്ക് ചെയ്തേക്കാം. ഓക്കെ, സോ ഇതിലൂടെ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒരു ബേക്കിൻ്റെ വീഡിയോ പോലെ ഒന്നുകൂടെ തന്നെ കാണിച്ചു തരാം ഇതെങ്ങനെ ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒറ്റ മെറ്റീരിയലുള്ള നമ്മുടെ ലിപ്സ്റ്റിക് ബോക്സ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് നമുക്കിവിടെ നമ്മുടെ മെറ്റീരിയൽ ഷേപ്സ് സെറ്റപ്പ് ചെയ്യാം. സോ ഇവിടെ വരുന്നു, നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്. നമ്മൾ ഇതിനകത്ത് ബേസ് കളർ എടുത്തിട്ടുണ്ട്, മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റഫ്നെസ് എടുത്തിട്ടുണ്ട്, നോർമൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ഓക്കെ, സോ ആദ്യമേ ഞാനിവിടെ വരുന്നു, ഷിഫ്റ്റ് A പ്രസ് ചെയ്യുന്നു. ഷിഫ്റ്റ് A പ്രസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ടെക്സ്ചേഴ്സിനകത്ത് പോയിട്ട് ഇമേജ് ടെക്സ്ചർ എടുക്കാൻ പോവാം. സോ ആദ്യത്തെ ഇമേജ് ടെക്സ്ചറാണ് എൻ്റെ ഡിസീസിന് വേണ്ടി. പിന്നെ ഷിഫ്റ്റ് D നെക്കി ഒന്ന് നമ്മുടെ നോർമൽ മാപ്പിന് വേണ്ടി എടുക്കാം. രണ്ടാമത്തെ ഒരെണ്ണം നമുക്ക് റഫ്നെസ് മാപ്പിന് വേണ്ടി, രണ്ടാമത്തെ ഒരെണ്ണം നമുക്ക് മെറ്റൽ മാപ്പിന് വേണ്ടിയും എടുക്കാം. അങ്ങനെ നമുക്ക് 4 ഒറിജിനൽ PVR മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിത് നന്നായിട്ട് നമുക്ക് പേര് കൊടുത്ത് സെറ്റപ്പ് ചെയ്യാം. സോ ആദ്യം ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് ഞാൻ ബേസ് കളർ, എന്നിട്ട് നമ്മുടെ കളർ മാപ്പ് വലിക്കാൻ വേണ്ടി, കളർ മാപ്പ് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്സ്ചർ എടുക്കുന്നു. എന്നിട്ട് ഇതിന് നമ്മൾ 4096 4K റെൻഡർ എടുക്കുന്ന രീതിയിലുള്ള വാല്യൂ നമ്മൾ 4K വാല്യൂ കൊടുക്കുക ഇതിന്. സോ 4096
ട്രാൻസിറ്റ്സ് കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യും, ന്യൂ ഇമേജ് ആക്കുന്നു. ഓക്കെ, ഈ ന്യൂ ഇമേജ് ആക്കി കഴിയുമ്പോൾ അവർക്ക് ബേസ് കളറാണ്. സോ ബേസ് കളർ sRGB തന്നെ വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള എല്ലാം നോൺ കളറാണ്. ഓക്കെ, PVR മെറ്റീരിയൽ ഉള്ളതാണ്. സോ അതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നോൺ കളർ ആക്കി മാറ്റണം. ഓക്കെ, സോ ഇവിടെ വരുന്നു, സേവ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു. 4 തന്നെ. സോ നമുക്ക് മെറ്റൽ വാല്യൂ കൊടുക്കാം, മെറ്റൽ കളറായിട്ട് എടുക്കാം. ഓക്കെ, സോ ഇത് മെറ്റൽ ആക്കുന്നു. എന്നിട്ട് 4K തന്നെ സേവ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിന് നമ്മൾ നോൺ കളർ ആക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ കയറുന്നു, ഇതിലോട്ട് വരിക. സോ നമ്മൾ റഫറൻസ് മാപ്പായിട്ട് നമുക്ക് തന്നെ ആക്കാം. സോ റഫറൻസ് മാപ്പ് ആക്കുന്നു. എന്നിട്ട് ന്യൂ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് sRGBനകത്ത് പോയിട്ട് നോൺ കളർ ആക്കുന്നു. ഓക്കെ, അടുത്ത നമ്മുടെ നോർമൽ മാപ്പാണ്. സോ നോർമൽ മാപ്പ് എടുക്കുന്നു. എന്നിട്ട് പിന്നെ ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു. ഇതിന് നമ്മൾ നോൺ കളർ കൊടുക്കുന്നു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാം കിട്ടി. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യാം. സോ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു ടെക്സ്ചർ മാത്രം സെറ്റപ്പ് ചെയ്തെടുത്താൽ മതിയില്ല, വേറെ ഒന്നും നമുക്ക് വേണ്ട. സോ ഞാനിത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് നമുക്കറിയാം, നമ്മൾ ബേസ് കളർ ചെയ്ത സമയം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മെറ്റൽ വാല്യൂ ആഡ് ചെയ്യാൻ പാടില്ല. സോ തൽക്കാലത്തേക്ക് ഈ കാണുന്ന ഈ ഒരു വാല്യൂ, നമ്മുടെ മെറ്റലിനുള്ള ഈ ഒരു വാല്യൂ ഞാൻ കറൻ്റ്ലി ഈ ഒരു പോയിന്റിൽ നിന്ന് മാറ്റി വെക്കാൻ പോവാം. ഓക്കെ, സോ ഇത്രയും ഭാഗത്തിന് സെലക്ട് ചെയ്തിട്ട് ഞാൻ Ctrl+G കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു നോഡ് ഗ്രൂപ്പ് ആയി വന്നു. ഓക്കെ, ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ നോഡ് ഗ്രൂപ്പിനകത്ത് കാണാൻ പറ്റും. എനിക്ക് ഇങ്ങനെ പുറത്തോട്ട് മാറ്റാം. സോ ഇത് ചെറിയൊരു നോഡാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഇതിന് ഞാൻ മെറ്റൽ എന്ന് പേര് കൊടുക്കും. കാരണം ഇതൊരു മെറ്റൽ ഇമേജ് ആയിരുന്നു അല്ലേ. സോ ഞാൻ ഇതിനെ മെറ്റൽ എന്ന് പേര് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് എൻ്റെ മെറ്റലിൻ്റെ പോയിന്റ് തന്നെ കൊണ്ട് നോക്കാം. സോ എനിക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ബേസ് കളർ ഞാൻ അങ്ങനെ ആക്കുന്നില്ല, കാരണം ബേസ് കളറിന് വലിയൊരു ചേഞ്ചസ് ഒന്നുമില്ല, ഒരൊറ്റ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പം നമ്മുടെ നോർമൽ മാപ്പും വലുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാൻ പറ്റും നോർമൽ മാപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ റഫ്നെസ് നോക്കുമ്പോൾ നമുക്ക് റഫ്നെസ് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം അതിന് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതിനെ Ctrl+G ഞെക്കി ഒരു ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ നോഡ് ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കാം. അത് നമ്മുടെ റഫ്നെസ് മാപ്പ് ആയിട്ട്. ഓക്കെ, സോ ഈ റഫ്നെസ് മാപ്പ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതിനകത്തുകൊണ്ട് വെക്കാൻ പോകും. ഓക്കെ, സോ നമ്മളറിയാലോ, നമ്മൾ ആദ്യം നമ്മുടെ ബേസ് കളർ റെൻഡർ ചെയ്യാൻ പോവാം. സോ ബേസ് കളർ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ മെറ്റൽനെസ് മാപ്പ് ഓഫ് ആയിരിക്കണം. സോ ഞാൻ എൻ്റെ മെറ്റൽനെസ് മാപ്പ് വലിച്ചൊന്ന് ബാക്കൗട്ട് ആക്കി. അപ്പോൾ എൻ്റെ മെറ്റൽനെസ് മാപ്പ് ഫുള്ള് 0 ആയിട്ട് ഇരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബേസ് കളറിൻ്റെ ഈ ഇമേജ് സെലക്ട് ചെയ്യുക. കളർ ഇമേജ് സെലക്ട് ചെയ്യുക, കാരണം നമ്മൾ അതിൻ്റെ ടെക്സ്ചറാണ് ആദ്യം വലിക്കാൻ പോകുന്നത്. നമ്മുടെ സൈക്കിൾസിനകത്ത് പോവാം. എന്നിട്ട് ഇവിടെ നമ്മുടെ സാമ്പിൾ വാല്യൂ 1 ആക്കിയാൽ മതി, കാരണം ജസ്റ്റ് ഒരു ബേക്കിംഗ് ആണ്, നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട്. എന്നിട്ട് താഴെ വഴ, എന്നിട്ട് ബേക്കിനകത്ത് പോവാം. കമ്പൈൻ എന്നുള്ളത് മാറ്റി നമ്മൾ നമ്മുടെ ഡിഫ്യൂസ് കൊടുക്കാം. ഡയറക്റ്റ് ലൈറ്റും ഇൻഡയറക്റ്റ് ലൈറ്റും ഓഫ് ആക്കി. ഇത് കാണപ്പെടാം അതുപോലെ തന്നെ ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഓൺ ആക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പോയി ബേക്ക് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സോ താഴെ തന്നെ ബേക്കിംഗ് ടെക്സ്ചർ തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ടെക്സ്ചർ അങ്ങ് ബേക്കായി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന്. ഓക്കെ, സോ ടെക്സ്ചർ ബേക്കായെങ്കിൽ അത് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഈ ഒരു കുഞ്ഞു ഭാഗം തുറന്നിട്ടേ ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് വ്യൂവർ ആക്കാം. സോ ഞാൻ കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ എന്നാട്ടെ. സോ നമ്മുടെ ടെക്സ്ചർ നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടെക്സ്ചറിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇത് കുഴപ്പമില്ല, നല്ല നീറ്റാണ്. സോ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. സോ ഈ ഒരു ബേക്കിംഗ് കംപ്ലീറ്റ് ആയി. നമുക്കാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പുതിയൊരു പ്രിൻസിപ്പൽ BSD എടുത്ത് നോക്കാം. പ്രിൻസിപ്പൽ BSD നമ്മുടെ ബേസിക് ചെയ്തപ്പോൾ തന്നെ ഷെയ്ഡർ തന്നെയാണ്. സോ ഞാൻ നേരെ തന്നെ ഇപ്പോഴെ തന്നെ എല്ലാം കണക്ട് ചെയ്ത് വെക്കും ഒരു മൂലയിൽ. സോ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലോട്ട് ലിങ്ക് ചെയ്താൽ മതിയല്ലോ. സോ അങ്ങനെ നമ്മുടെ ഒരു ഇത് സെറ്റായി, നമ്മുടെ ബേസ് കളർ സെറ്റായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെറ്റൽ മാപ്പ് ആണല്ലേ. സോ മെറ്റൽ മാപ്പ് ചെയ്യുന്ന സമയത്ത് വേറൊരു വ്യത്യാസം കൂടെ. മെറ്റൽ മാപ്പ് എപ്പോഴും വൈറ്റ് കളറിലായിരിക്കണം അല്ലേ. സോ നമ്മൾ ആ ഒരു വൈറ്റ് കളർ മാത്രം അതിനകത്ത് കൊടുക്കാം. സോ നമുക്കറിയാം നമ്മുടെ മെറ്റൽ മാപ്പിൽ നമ്മൾ എന്തായിരുന്നു ബേസിക് ആയി കൊടുത്തിരുന്ന മെറ്റീരിയൽ അല്ലേ. സോ മെറ്റൽ മാപ്പിൽ ഞാൻ പോയിട്ട് എൻ്റെ മെറ്റീരിയലിനെ ക്ലിക്ക് ചെയ്യാൻ ചോദിച്ചു. Ctrl+Shift ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണിച്ചു തരും എന്താ മെറ്റീരിയൽ. ഇതല്ല, സോ എൻ്റെ ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റും ഇനി എന്തിനാണ് ഈ മെറ്റൽ മാപ്പ് ആഡ് ചെയ്തിരുന്നത് അല്ലേ. സോ എൻ്റെ ഈ മാപ്പ് ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്ന ഒരു പേരിൻ്റെ മാത്രമാണ് ഞാൻ ഈ പറയുന്ന പോലെ മെറ്റൽ മാപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് അല്ലേ. സോ എനിക്ക് ബേസിക്കലി അത് ആ ഒരു പോയിന്റിലാണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എനിക്ക് വെച്ച് സെറ്റപ്പ് ചെയ്താൽ മതി. സോ ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്നു.
ഈ കൊടുത്തേക്കുന്ന ഈ ഒരു മെറ്റാലിക് വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഞാനിത് ഡയറക്റ്റ്ലി ഇതിലോട്ടേക്ക് കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, എന്നിട്ട് ഇതിനെ തന്നെ അത് ബേക്ക് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്യണം, റിസൾട്ട് പോയിട്ട് മെറ്റൽ മാപ്പ് കൊടുക്കുന്നു. സോ എൻ്റെ മെറ്റൽ മാപ്പ് എനിക്ക് ഓൾറെഡി അറിയാം ഏതാ കളറിനല്ലേ. സോ ഞാൻ ആ ഒരു കളർ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അതിനകത്ത് ഇടുന്നേ ഉള്ളൂ. ഞാൻ ഇതിൽ വലിയ ട്വീക്കിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം അതൊരു ജസ്റ്റ് ഒരു റെവല്യൂഷൻ എന്നുള്ള ഒറ്റ പേര് മാത്രമല്ലേ. സോ എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഒറ്റ മെറ്റൽ കളർ തന്നെ എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി അങ്ങ് ആഡ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട്. സോ ഞാൻ ആ ഒരു ഫ്ലോയിൽ ഇതങ്ങ് ചെയ്യാൻ പോകാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ഊരാം, ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പാറ്റേണിനകത്തൊന്നും ഉണ്ടോ, ഒന്ന് ബെയിന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബീനും കൊടുത്തിട്ടുണ്ടല്ലേ. സോ ഇനി പിന്നെ ഇവിടെ വന്ന് നോക്കിയാലും തന്നെ എൻ്റെ റെഫറൻസ് മാപ്പ് ഞാൻ ഒന്ന് വലിച്ച് മാറ്റി എന്ന് നോക്കാം. സോറി, നമ്മുടെ മെറ്റാലിക് മാപ്പ് ഒന്ന് ഞാൻ വലിച്ചൊന്ന് മാറ്റിയാൽ തന്നെ കണ്ടോ നമുക്ക് ആ ഒരു ക്വാളിറ്റി അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വലിയ പ്രശ്നമില്ല. സോ ഞാൻ ഇതുപോലെ തന്നെ വെച്ചുകൊണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനിപ്പം ഇത് ഇതുപോലെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ബേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യേണ്ടതെങ്കിൽ ബേക്ക് ചെയ്യേണ്ട. ഓക്കെ, ബേസിക്കലി കാരണം നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു ആൽഫ മാപ്പ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ലേ. സോ ആ മെറ്റൽ മാപ്പാണ് ഇതിനകത്ത് കിടക്കുന്ന ആ മാപ്പ്. സോ ലൈക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിരുമ്പോൾ കാണും ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു മാപ്പ്. അല്ല, ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഞാൻ തലക്കാലത്തേക്ക് ഇത് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഞാൻ ഈ മെഷീൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ നമ്മുടെ നോഡ് നമ്മൾ പുറത്തിറങ്ങും. എന്നിട്ട് ഞാൻ ഇവിടെ പോയി ഓക്കെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മെറ്റൽ മാപ്പ് ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ട് എൻ്റെ ഈ മെറ്റലിക് വാല്യൂയിലൂടെ കണക്ട് ചെയ്യാൻ പോകാം. ജസ്റ്റ് ഞാൻ കയറി നോക്കും എങ്ങനെ ഇരിക്കുന്നത്. സോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് തന്നെ അതിനകത്ത് തോന്നും. സോ അത് തന്നെ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം, നമ്മുടെ റഫറൻസ് മാപ്പ്. ഓക്കെ, സോ റഫറൻസ് മാപ്പ് നമുക്ക് നോക്കാം. റഫറൻസ് മാപ്പിൽ നമുക്ക് ഇവിടെ നമ്മുടെ റഫറൻസ് മാപ്പ് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ റഫറൻസ് മാപ്പും സെയിം തന്നെയാണ്, മാറ്റർ സൊല്യൂഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇതും സെയിം മെത്തേഡ് തന്നെ. നമുക്ക് ഓൾറെഡി അതിൻ്റെ ഇമേജ് ഓൾറെഡി ഉണ്ട്. സോ ജസ്റ്റ് മിക്സ്ചറിനകത്ത് കയറിയിട്ട് ഞാൻ അതിൻ്റെ വാല്യൂസിലൊന്ന് ട്വീക്ക് ചെയ്തായിരുന്നു ഇവിടെ. സോ ഈ വാല്യൂ എനിക്ക് അതുപോലെ തന്നെ റഫറൻസ് മാപ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം, ഈ കൊടുക്കുന്ന ഈ സെയിം വാല്യൂ. കാരണം നമുക്കിവിടെ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും മെറ്റാലിക് ടൈപ്പ് ഒരു ഫെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഫെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നമ്മുടെ റഫറൻസ് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മെറ്റാലിക് ഓണുണ്ടെങ്കിൽ ഇപ്പം കുഴപ്പമില്ല, നമ്മൾ റഫറൻസ് ഒന്ന് നോക്കുന്നത്. സോ ഞാൻ ഷിഫ്റ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ റഫറൻസ് മാപ്പിൽ ഇതിൽ ഈ മെറ്റീരിയൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. സോ മെറ്റീരിയൽ അല്ല, മെഷർ ഒന്ന് സെലക്ട് ചെയ്യുക, പിന്നെ നമ്മുടെ റഫറൻസ് മാപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ ബേക്കിനകത്ത് വന്നിട്ട് സോറി ബേക്ക് വില നമ്മളത് ഡിഫ്യൂസിലോട്ട് മാറ്റി നമ്മൾ ആക്ച്വലി റഫ്നെസ്സിലോട്ട് മാറ്റണമായിരുന്നു. റഫ്നെസ്സിലോട്ട് പോവുക, എന്നിട്ട് നമ്മളതിനെ ബേക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റഫ്നെസ് മാറ്റി അങ്ങനെ ബേക്ക്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ റഫ്നെസ്സിനെ അത് ബേക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ റഫ്നെസ്സിനത് ബേക്ക് ചെയ്തു. സോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റഫ്നെസ് ഡീറ്റെയിൽ. സോ ഇവിടെ മാറ്റിങ്ങിന് കൊടുത്തു, എന്നിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽ അതിൻ്റെ ബേസിസിൽ. ഓക്കെ, സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ റഫ്നെസ്സിൽ പോയിട്ട് റഫ്നെസ്സിലോട്ട് ഞാൻ ഇതുപോലെ തന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പോകാം. സോ ഇവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നത് നമ്മുടെ നോർമൽ മാപ്പ് അല്ലേ. സോ നോർമൽ മാപ്പ് നമ്മൾ ഇതുപോലെ ഇതിലോട്ടാണ് ലിങ്ക് ചെയ്ത് കൊടുത്തിരുന്നത്. സോ നോർമൽ മാപ്പ് നമുക്ക് ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ എന്നിട്ട് നോർമൽ മാപ്പ് ഇവിടെ എടുക്കുന്നു. നോർമൽ മാപ്പ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡിഫ്യൂസ് മാപ്പ് പോയിട്ട് ഞാൻ നോർമൽ മാപ്പ് ഓൺ ആക്കും. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ പോവാം. സോ സെലക്ട് ചെയ്യുക മെഷീനെ, എന്നിട്ട് ബേക്ക് കൊടുക്കാം. സോ നമ്മുടെ നോർമൽ മാപ്പ് ഇങ്ങനെ വരും. സോ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും, നമ്മുടെ ആപ്സിലൂടെ ലാക്മേഡ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടെക്സ്ചർ നല്ല നീറ്റായിട്ട് ചെയ്തില്ല നമ്മുടെ ലോഗോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ബട്ട് ഓബിയസ്ലി നിങ്ങളുടെ ലോഗോ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, നല്ല നീറ്റായിട്ട് ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ഓർക്കുക, നോർമലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ കളറോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നോർമൽ മാപ്പ് ബ്ലൂ കളറിലാണ്. സോ ഓബിയസ്ലി നമ്മുടെ നോർമൽ മാപ്പ് ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിനകത്ത് വന്നിട്ട് നമ്മൾ നോർമൽ മാപ്പ് ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ നോർമൽ മാപ്പിന്റെ കണക്ഷൻ. സോ ഈ കളർ പോയി നമ്മുടെ കളറിൽ കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ നോർമൽ എടുത്തിട്ട് നമ്മൾ നോർമൽ മാപ്പ് കണക്ട് ചെയ്യാം. ഓക്കെ, സോ എന്നാലേ നമുക്ക് നമ്മുടെ നോർമൽ മാപ്പ് പ്രോപ്പറായിട്ട് വരുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിക് ആയ എല്ലാ ടെക്സ്ചേഴ്സിനെ ഡീറ്റെയിലൂടെ സെറ്റപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് പതുക്കെ ഈ സർഫേസ് അവിടെ നിന്ന് വരാം. ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ജി നീക്കി ഒരു മുകളിലോട്ടെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ ഇത് സെലക്ട് ചെയ്യുക, ജി നീക്കി ഇവിടെ കൊണ്ടുവന്നാക്കാം. നമ്മുടെ ബേസിക് ആയ സർഫേസ് വൈഡ് കൊണ്ടു വെച്ചിട്ട് ഡയറക്റ്റ്ലി ഇതിലോട്ടേക്ക് സർഫേസ് വഴി ഒറ്റ കണക്ഷൻ കൊടുക്കാം. ഇപ്പം നമ്മുടെ മോഡൽ
നല്ല നീറ്റായിട്ട് വന്നിരിക്കും. സോ നമുക്ക് നമ്മുടെ ഇത് കാണാൻ പറ്റുന്നുണ്ട്, റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. സെയിം തന്നെ നമ്മുടെ ഈ പമ്പ് ഡീറ്റെയിൽ, നമ്മുടെ നോർമൽസിൻ്റെ പമ്പ് ഡീറ്റെയിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇത്രയുള്ള സംഭവം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ പമ്പ് ഡീറ്റെയിൽ ഇപ്പം കൂട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ആപ്പ് എടുക്കാം, എന്നിട്ട് ഈ സ്ട്രെങ്ത് വാല്യൂ വെച്ച് കളിച്ചാൽ മതി. ഓക്കെ, കണ്ടോ, കൂടുതൽ അനാവശ്യ പണിക്ക് പോകണ്ട, ഉള്ളത് തന്നെ വെച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ പമ്പ് ഡീറ്റെയിൽ ബാക്കിയില്ലാത്തങ്ങോട്ടും അത് കവർ ചെയ്തങ്ങ് പോരും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡിങ് മെറ്റീരിയൽ ഒറ്റ ഇതാക്കി മാറ്റി. സോ നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ. സോ നമുക്ക് ഇത് കളയണമെന്ന് കളയാം. ഓക്കെ, കാരണം നമ്മൾ ടെക്സ്ചേഴ്സ് എല്ലാം എടുത്തു. സോ നമുക്ക് ഒന്നാണ് നമ്മുടെ ടെക്സ്ചേഴ്സ് എല്ലാം ഒന്ന് സേവ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം, സേവ് ഞെക്കാം, ഇന്ന് ഡെസ്ക്ടോപ്പിനകത്ത് പോവാം, പാക്കേജിംഗ് ബോക്സിനകത്ത് പോയിട്ട് ഇവിടെ ഒരു പുതിയ ടെക്സ്ചർ പേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെക്സ്ചറിന് പേര് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ടെക്സ്ചർ എടുക്കുന്നു, ടെക്സ്ചർ പേജ് തുറക്കുന്നു, എന്നിട്ട് ഇവിടെ 16 ബിറ്റിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് PNG ഫയൽ സേവ് ചെയ്യും. എൻ്റെ ബേസ് കളറാണത് അല്ലേ, കളർ മാപ്പാണത്. സോ കളർ മാപ്പ് സേവ് ആവാം. അതൊക്കെ ഞാൻ നെക്സ്റ്റ് എൻ്റെ ഈ ഒരു മെഷർ സെലക്ട് ചെയ്യും, നമ്മുടെ മെറ്റാലിക് മാപ്പ്. സോ ഇവിടെ വരുന്നു, ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു, ഞാനിവിടെ സെയിം ആയിട്ട് തന്നെ ഇമേജിനകത്ത് പോയിട്ട് സേവ് ആസ് കൊടുക്കുന്നു, എന്നിട്ട് അതും ഇതുപോലെ ഇതിനകത്ത് കയറുന്നു. മാസ്ക് PNG എന്നാണ് കൊടുത്തേക്കുന്നതിൻ്റെ പേര്. സോ ആ PNG തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഫയൽ തുറന്നിട്ടേ, നമ്മൾ എവിടെയാണ് കിട്ടുന്ന ആ മാസ്ക്, സോ ഇതല്ലേ നമ്മൾ കൊടുത്തേക്കുന്ന സെയിം മാസ്ക് ഇമേജ് തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ എനിക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ റഫ്നെസ് മാസ്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ മാസ്കിന് പേര് വെക്കണ്ട, പ്രോപ്പറായിട്ട് നമ്മുടെ മെറ്റാലിക് മാസ്ക് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ ഇതിനെ മെറ്റാലിക് എന്നാക്കും, മെറ്റൽ എന്നാക്കും. ഓക്കെ, കാരണം നമ്മൾ ആ സെയിം ടെക്സ്ചർ തന്നെ യൂസ് ചെയ്തത് അതുകൊണ്ട്. പിന്നെ റഫ്നെസ് നമ്മൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ റഫ്നെസ് പ്രോപ്പറായിട്ട് ചെയ്തായിരുന്നു. നമുക്ക് സെറ്റപ്പ് ചെയ്യണം. സോ ഈ റഫ്നെസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക, ഇമേജിനകത്ത് പോവുക, സേവ് ആസ് പോവുക, എന്നിട്ട് റഫ്നെസ് എന്നുള്ള പേര് 16 ബിറ്റിൽ സേവ് അടിക്കും. ഓക്കെ, സോ അങ്ങനെ ഇത് സേവ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ മാപ്പാണ്, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുക, നോർമൽ മാപ്പിന് 16 ബിറ്റ് കൊടുക്കുക, എന്നിട്ട് സേവ് അടിക്കുക. ഓക്കെ, സേവ് ആസ്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ 4 മെയിനായ ടെക്സ്ചേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എങ്ങാനും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചേഴ്സ് നമ്മൾ തിരിച്ചു വരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ബേസിക് ആയ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ലേഔട്ട് നമ്മുടെ ഇമേജസ് എല്ലാം ഒന്ന് മാറ്റാം. നമുക്ക് ജോയിൻ ലെഫ്റ്റ് അടിച്ച് ജോയിൻ ലെഫ്റ്റോട്ട് മാറ്റാം. ഇതുപോലെ താഴോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ താഴോട്ടേക്ക് ഉണ്ടാകും. ഓക്കെ, സ്പ്ലിറ്റ് ഏരിയയിലോട്ട് ജോയിൻ ഡൗൺ അടിച്ചാൽ മതി. ഇതുപോലെ സെലക്ട് ചെയ്യാം, ജോയിൻ റൈറ്റ് അടിച്ചു. എന്നിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ പോവാം, നമ്മുടെ മെഷിലോട്ട് തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മെഷ് ഒന്ന് സെലക്ട് ചെയ്യാം, ഫുൾ ഓൺ, എന്നിട്ട് ഫയലിനകത്ത് പോവാം, എക്സ്പോർട്ട് അടിക്കാം. എക്സ്പോർട്ടിനകത്ത് പോയിട്ട് എക്സ്പോർട്ട് ചെയ്ത് നിന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേക്കാം. സോറി, ലോക്കൽ സേവ് ആയിരുന്നു ചെയ്തിരുന്നത്. സോ അങ്ങോട്ട് പോയി, സോ ജസ്റ്റ് സേവ് ആസിൽ ഒന്ന് പോയിട്ട് ഡെസ്ക്ടോപ്പിൽ പോയിട്ടെ, അക്കൗണ്ട് ഒന്ന് ഒരുപാട് ക്രാഷ് ആയിരുന്നു. സോ ഈ പേര് തന്നെ GLB പേര് തന്നെ ഒന്ന് കൊടുക്കുക. ഇത് നമ്മുടെ റെൻഡർ ഇമേജ് ആണ്. സോ ഇത് നമ്മുടെ GLB സെറ്റപ്പിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫയലാണ്. സോ ഇവിടെ നമ്മൾ ഓവർറൈറ്റ് ചെയ്ത് വെക്കാം. സോ വൺസ് ഇത് ഓവർറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫേസിലോട്ട് പോവാം. അതാണ് നമ്മുടെ ടെക്സ്ചർ ലോക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇതിൻ്റെ പേര് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ സർഫേസിന് പേര് കൊടുത്ത് തലക്കത്തേക്ക് ലോക്ക് ചെയ്യാണ്. നമുക്ക് ഫയലിനകത്ത് പോവാം, എക്സ്പോർട്ട് GLB ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എക്സ്പോർട്ട് GLB ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും ആ ഓപ്ഷൻസ് കാണിക്കും. സെലക്ട് ഓബ്ജക്ട്സ് ആക്കാം. ഇവിടെ നമ്മൾ കണ്ടോ ഒരു മോഡിഫയർ ഓൺ ആണ് നമ്മുടെ ഇതിൻ്റെ ലൈക്ക് സബ് ഡിവിഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രീതി കാണിച്ചാൽ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അപ്ലൈഡ് ആയിട്ട് തന്നെ പോകും നമ്മുടെ മോഡിഫയേഴ്സ്. സോ ഒന്ന് നമ്മുടെ ഇൻക്ലൂഡിനകത്ത് ഇവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഓൺ ആക്കി വെക്കാം. ട്രാൻസ്ഫോം നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സീൻ ഗ്രാഫ് അല്ല മെഷ് ഗ്രാഫിൽ വരുമ്പോൾ നമുക്ക് അപ്ലൈ മോഡിഫയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഷേപ്പ് പീസ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുഴപ്പമില്ല, ഇത് ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആനിമേഷൻ അൺടിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലിസ്റ്റിക് പാക്കേജിംഗ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവർറൈറ്റ് ചെയ്യാം. ഓക്കെ, ഈ ലോഡിംഗ് ഉണ്ടാകുന്ന ബേസിക്കലി ഈ ഒരു മെഷ് കാരണം. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. സോ നമുക്കൊന്ന് ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു മെഷിൻ്റെ GLB ഒന്ന് നോക്കാം. ഓക്കെ, സോ കറന്റ് ഞാനിത് ലിപ്സ്റ്റിക്കിൻ്റെ മോഡലിന് വേണ്ടി കൊണ്ടുവന്നതാണ്, നമുക്ക് കളയുന്നതാണ്. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ GLB ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാം. ജസ്റ്റ് നോക്കാം നമ്മുടെ ടെക്സ്ചേഴ്സിനെ പ്രോപ്പറായിട്ട് വന്നു. സോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ റഫ്നെസ്സിനൊന്നും പ്രശ്നമില്ല. മുമ്പാണെങ്കിൽ ഭയങ്കര മെറ്റൽ വാല്യൂ പോലെ ആയിരുന്നിരുന്നത്. ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മുടെ മെഷ് നല്ല ക്വാളിറ്റിയിൽ ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്, പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു മോഡലിൻ്റെ ഷാഡോ വന്ന് കൊള്ളുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ലൈറ്റിംഗ് ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഷാഡോ വന്ന് കൊള്ളുന്നത് കൊണ്ടാണ്. ഓക്കെ, അതല്ലാണ്ട് ഈ മോഡലിന് വേറെ ഒരു പ്രശ്നവും കറൻ്റ്ലി കാണുന്നില്ല. ഓക്കെ, നല്ല നീറ്റായിട്ട് തന്നെയാണ് പോകണേ. ഓക്കെ, സോ
സോ ഇത്രേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് മോഡൽ വ്യൂയിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല നമ്മുടെ ബംപ് ഡീറ്റെയിൽ ഒക്കെ നല്ല നീറ്റായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു എക്സ്ട്രാ ബംപ് ഡീറ്റെയിൽ നമ്മൾ കൊണ്ടുതന്ന് മോഡൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ്. സോ അവിടെ മോഡൽ നീറ്റാണ്. ഇനി നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ഇനി നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്ത് തന്നെ നീറ്റാക്കി വെക്കാം. സോ ഇത് നമ്മുടെ ബേസിക് ആയി നമ്മുടെ ഡെഡ് ലൈൻ്റെ റെഫറൻസ് ഇമേജ് ആണ്. സോ ഇത് നമുക്ക് ഡെഡ് ലൈൻ റെഫറൻസ് തന്നെ വെക്കാം. ഇത് നമ്മുടെ മാസ്ക് ആണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്തല്ലേ. ടെക്സ്റ്റേഴ്സിന് മാസ്ക്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ കളയണ്ട, ഇതൊക്കെ ആവശ്യം വരും. സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു പുതിയ ഈ ഫോൾഡറിനകത്തോട്ട് തന്നെ ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡംപ് ചെയ്തോ. ഓക്കെ, ഈ മാസ്ക്സ് ഒക്കെ. സോ ഇതൊക്കെ നമ്മൾ ചെയ്ത മാസാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന റെഫറൻസ് മാപ്പൊക്കെ അച്ചീവ് ചെയ്തത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡ് ഉണ്ട്, ഈ ബ്ലെൻഡ് 1 എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. 2 ബ്ലെൻഡർ ഫയൽസ് ഉണ്ട്, ലൈക്ക് 1 രണ്ടെണ്ണം വേണ്ടി 1 ഇതിന് വേണ്ടി. അത് അതുപോലെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെക്കാം. ഓക്കെ, പ്രശ്നമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു GLP ഫയലും ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫയലുണ്ട് എക്സ്പോർട്ട് ചെയ്തതിന് മുന്നേ. അതാണ് നമ്മൾ നമ്മുടെ ഇമേജ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി. ലൈക്ക് ഈ ഒരു ഇമേജ് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യണം. നമുക്ക് പിന്നെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കുക. നമ്മുടെ ഈ വയർഫ്രെയിം ഇമേജ് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. സോ നല്ല നീറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ വരുന്നു, ലെയർ ടാബിൽ പോയിട്ട് കൺട്രോൾ ചെയ്ത് എനിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും എടുക്കുക. അതിൻ്റെ ഒരു ഫയൽ സേവ് ആയിട്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് കൺട്രോൾ L പ്രസ് ചെയ്തിട്ട് ഞാൻ മോഡലിന് സൂം ചെയ്തിട്ട് ജസ്റ്റ് ഈ വാല്യൂ വെച്ചൊന്ന് കളിക്കുക. ഓക്കെ, ബ്ലാക്ക് വാല്യൂ സ്ട്രോങ് ആക്കിയിട്ട് വൈറ്റ് വാല്യൂ ഞാനൊന്ന് മുന്നോട്ടേക്ക് ഒന്ന് തള്ളി വെക്കുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മോഡലിൻ്റെ എല്ലാ വയർഫ്രെയിം ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. സോ ആരെങ്കിലും നമ്മുടെ ഫയൽ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും നമ്മളിത് എങ്ങനെ സെറ്റപ്പ് ചെയ്തേനെ. സോ ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മെഷർ സംഭവം തന്നെ സെറ്റായി. ഇനി നമുക്ക് ഇത് അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഫയലിൽ പോവാം, എന്നിട്ട് പിന്നെ നമുക്ക് എക്സ്പോർട്ട് ആസ് എന്നിട്ട് PNG. ഓക്കെ, സോ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. സോ സേവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള വയർഫ്രെയിമിൻ്റെ മുന്നോട്ടേക്ക് തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഫയൽ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷനാണ് നമ്മൾ സ്കെച്ച് ഫാബിൽ നമ്മുടെ മോഡൽ ഇടുന്നതും നമ്മുടെ റെൻഡർ ഇമേജസും വെക്കുന്നതിനും. സോ സ്കെച്ച് ഫാബിനകത്തോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്ലോഡിൽ പോയി ക്ലിക്ക് ചെയ്യും. എൻ്റെ മോഡലിൻ്റെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈ ഓപ്ഷനകത്തോട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ മോഡലിനകത്ത് പോയിട്ട് പാക്കേജിംഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പാക്കേജിംഗ് ബോക്സിനകത്ത് ഞാൻ GLP ക്ലിക്ക് ചെയ്തിട്ട് GLP ഇതിനകത്ത് കൊണ്ടുവരും. അപ്പോൾ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് അതൊക്കെ നിങ്ങൾ കൊടുത്തോ. ഓക്കെ, സോ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ പ്രോസസ്സിങ്, ഈ മുകളിൽ കാണുന്ന പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവണം. വൺസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ മോഡൽ അങ്ങനെ പ്രോസസ്സായി. അതായത് കുറച്ച് സമയം എടുത്തു, ഒരു 2 to 3 minutes എടുത്തായിരുന്നു. സോ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നോക്കുന്നതാണ് മോഡൽ നോക്കാം എങ്ങനെ ഇരിക്കണമെന്ന്. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഷോട്ട്. ലൈക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ മോഡൽ പ്രൊഡക്റ്റ് ലൈക്ക് നമ്മുടെ സ്കെച്ച് ഫാബിൽ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ബിഹാൻസിലോട്ട് കൊണ്ട് ആഡ് ചെയ്യുമ്പോഴും ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് പുറത്തോട്ടേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് സേവ് ആൻഡ് പബ്ലിഷ് അടിച്ചാൽ മതി. ഓക്കെ, വൺ സേവ് ആൻഡ് പബ്ലിഷ് അടിച്ചാൽ നമുക്ക് ഇതുപോലത്തെ പേജ് വരും. ഇവിടെ പോവാം, ഇൻകോട്ടഡ് എന്ന് പറഞ്ഞിട്ട് താഴെ വരാം. നമുക്കിവിടെ എംബഡഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ കോപ്പി ക്ലിപ്പോർഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ കോപ്പി ചെയ്തേക്കുന്ന ക്ലിപ്പോർഡ് നിങ്ങൾ നിങ്ങളുടെ ബിഹാൻസ് തുറന്നിക്കുമ്പോൾ ബിഹാൻസിനകത്ത് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ നോർമലായി ഇമേജസ് ഉണ്ട്. ലൈക്ക് നമ്മളിവിടെ ഇട്ടേക്കുന്ന പോലെ നിങ്ങളുടെ റെൻഡർ ഇമേജും നിങ്ങളുടെ വയർഫ്രെയിം ഇമേജ് ഇട്ട് കഴിയുമ്പോൾ അതേപോലെ തന്നെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു 3D എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എംബഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതങ്ങ് പേസ്റ്റ് ചെയ്തിടാം. നമ്മളിപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്തേക്കുന്ന ഈ ക്ലിപ്പ് എടുത്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. സോ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു വ്യൂവർ അത് ഓട്ടോമാറ്റിക് ബിഹാൻസ് വരും. സോ ആൾക്കാർക്ക് നിങ്ങളുടെ മോഡൽ ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവർ കാണാൻ പറ്റും നിങ്ങൾ മോഡൽ എങ്ങനെയാണ് ചെയ്തത്, അതെങ്ങനെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇതിലൂടെ തന്നെ അവർ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ്. ഓബിയസ്ലി ഇച്ചിരി വലുതാണ്, കാരണം കുറേ അഡ്വാൻസ്ഡ് ആയ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്ത് നോക്കിയായിരുന്നു. സോ അതൊക്കെ എല്ലാം ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ വൺസ് അത്രയും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം സെറ്റപ്പ് ഉള്ളത് നമ്മുടെ ടെക്സ്റ്റേഴ്സ് എല്ലാം ബിഹാൻസിൽ എടുത്ത് കറക്റ്റായിട്ട് സെറ്റപ്പ് ചെയ്തു. നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല. സോ നമ്മൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നു, അവിടെ ഈ ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഓബിയസ്ലി നിങ്ങൾ എന്ത് ഫയൽ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ C ഡ്രൈവിൽ എടുത്തതിൻ്റെ പകരം നിങ്ങളുടെ ഡ്രൈവിൽ ഇടണം. ഓക്കെ, സോ അതെങ്ങനെ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ സെയിം തന്നെ ഇവിടെ പോകുന്നു. എൻ്റെ മോഡലിനകത്ത് എനിക്ക് പല ഡിസൈൻസ് ഉണ്ട്. സോ അതിൽ എനിക്ക് സേവ് ആയിട്ട് എൻ്റെ പോർട്ട്ഫോളിയോസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു
സോഫ്റ്റ്വെയർ വെക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കും. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ബ്ലെൻഡർ എന്ന് പേരൊന്ന് കൊടുക്കും. ഓക്കെ, സോ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ 2 തരം ചെയ്തു. ഒന്ന് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽ കഴിഞ്ഞ വീഡിയോയിൽ. സോ ആ ലിപ്സ്റ്റിക് മോഡൽ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ എടുത്ത് കളയും. കാരണം ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല. ഓക്കെ, പരമാവധി ഡെസ്ക്ടോപ്പിനകത്തൊന്നും ഇടാൻ പാടില്ല, കാരണം അതല്ല നമ്മുടെ സി ഡ്രൈവിലോട്ട് പോകുന്നതാണ്. സോ നമ്മുടെ സ്പേസിങ് അതനുസരിച്ച് ഒരുപാടാവും. ഓക്കെ, നമ്മുടെ ഡ്രൈവിനകത്ത് ഒരുപാട് സ്പേസ് ആവും. സോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്ത് നോക്കാം. നമ്മുടെ ടെക്സ്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാസ്ക്സും ഉണ്ട് ഇതിനകത്ത്, നമ്മൾ ഉണ്ടാക്കിയ മാസ്ക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റെഫറൻസ് ഇമേജ് ഉണ്ട്, പിന്നെ നമ്മുടെ 2 ബ്ലെൻഡർ, പിന്നെ ഒരു GLB, പിന്നെ നമ്മുടെ 2. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മോഡലൊക്കെ. സോ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫോൾഡർ ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തോട്ട് വരാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, കംപ്രസ്ഡ് ചെയ്ത് സിപ്പ് ഫയൽ അടിക്കാം. സോ ഇതൊരു പ്രോപ്പർ സിപ്പ് ഫയലായിട്ട് ഇരിക്കും. ഓക്കെ, കംപ്രസ്ഡും ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ പോർട്ട്ഫോളിയോ പോലെ നമുക്കെടുത്ത് നമ്മുടെ ഈ പോർട്ട്ഫോളിയോ ഫോൾഡറിനകത്ത് കൊണ്ടുവെക്കാം. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഫയൽ തുറക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒന്നൊന്നായിട്ട് ചെയ്ത ഓരോ മോഡൽസ് ഇതിനകത്ത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പാക്ക് ആയിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ എനിക്ക് വേണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ എൻ്റെ ഈ മോഡിനകത്ത് ഞാൻ ആദ്യം ചെയ്തതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഫോൾഡേഴ്സ് ടെക്സ്ചേഴ്സ് എന്നതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തുറന്നു കഴിയുമ്പോൾ എൻ്റെ ഈ പാക്കേജിനകത്തുള്ള എല്ലാം എനിക്ക് കാണാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ സെഷൻ കംപ്ലീറ്റ് ആയി. താങ്ക് യു.